സഹൃദയരായ സുഹൃത്തുക്കളെ, വീണ്ടും ഒരു വേർപാട് രീതിയിൽ നാം സമ്മേളിച്ചിരിക്കുകയാണ്. ആഴ്ചകൾക്ക് മുമ്പ് മാത്രമാണ് ഇതുപോലൊരു വേദിയിൽ ശ്രീ പത്മരാജന്റെ നിര്യാണ വാർത്തയിൽ പങ്കെടുത്തു അനുശോചിച്ചു. വീണ്ടും ഒരിക്കൽ കൂടി മലയാള സിനിമയിലെ കടുത്തനായ സംവിധായകൻ അരവിന്ദന്റെ വിയോഗ വാർത്തയിൽ നാം ഇവിടെ പങ്കെടുത്തിരിക്കുകയാണ്. നിലവിലുള്ള കീഴ്വഴക്കങ്ങളും ഫോർമാലിറ്റിയുടെയും അടിസ്ഥാനത്തിൽ ഒരു അനുശോചന യോഗം ചെയ്യുക എന്നത് പ്രസക്തി നഷ്ടപ്പെട്ടതാണ്. കാരണം സമയം വളരെ അതിക്രമിച്ചു. അതുകൊണ്ട് തന്നെ ഇത് ഒരു അനുശോചന യോഗം എന്ന പരിധിയിൽ പെടുത്താവുന്നതല്ല. മറിച്ച് അരവിന്ദൻ എന്ന ചരിത്രകാരന്റെ സ്മരണ നിലനിർത്തുന്ന ഒരു അനുസ്മരണ സായനമായി കാണണമെന്നും അദ്ദേഹത്തിന്റെ സിനിമാ പ്രപഞ്ചത്തെക്കുറിച്ച് ധാരണയുള്ളവർ, ഇവിടെ കൂടിയവർ മിക്കവും ഗോവയിലെ സാംസ്കാരിക രംഗമായി പ്രവർത്തിക്കുന്നവരാണ്, നല്ല സിനിമയെ സ്നേഹിക്കുന്നവരാണ്. ഓരോരുത്തർക്കും സിനിമയെക്കുറിച്ചുള്ള സങ്കല്പമുണ്ട്. അവരിവിടെ വന്ന് ഇതുമായിട്ട് സഹകരിച്ച് തങ്ങളുടെ അഭിപ്രായം പറയുകയും അനശ്വരനായ കലാകാരന്റെ ചലച്ചിത്ര സേവനങ്ങളെ കുറിച്ച് വിലയിരുത്തുകയും നടത്തണമെന്ന് ആദ്യമായി അഭ്യർത്ഥിക്കുകയാണ്. ഇന്ത്യൻ സിനിമയിൽ അരവിന്ദന്റെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചാൽ, ഹൃതിക് ഘട്ടക്കിനോടും സത്യജിത്രയും മൃണാൾ സെന്നിനെ പോലെ തന്നെ അത്യുന്നതമായ ഒരു നിലവാരത്തിലെത്തിയിരിക്കുന്ന സംവിധായകനാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. 70കളിലാണ് അരവിന്ദൻ എന്ന ചരിത്രകാരനെ നാം തുടങ്ങുന്നതെങ്കിലും അതിനു വളരെ മുമ്പ് കേരളത്തിലെ പുതിയ ശൃംഖലകളിൽ അദ്ദേഹം ശ്രദ്ധേയനായിരുന്നു. മാതൃഭൂമി വാരികയിലൂടെ പ്രസിദ്ധീകരിക്കപ്പെട്ട ചെറിയ മനുഷ്യനും വലിയ ലോകവും എന്ന കാർട്ടൂൺ പരമ്പരയിലൂടെ തന്നെ അരവിന്ദന്റെ ഒരു വ്യക്തമായ ജീവിത ദർശനവും ഒരു കലാകാരന്റെ സാമൂഹിക സമീപനവും നാം തിരിച്ചറിഞ്ഞതാണ്. ചലച്ചിത്രകാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ അരങ്ങേറ്റം 1975 ഉത്തരായണം എന്ന ഫിലിമോട് കൂടിയാണ്. ഈ കന്നി ചിത്രത്തിലൂടെ തന്നെ അദ്ദേഹം ആ വർഷത്തെ ദേശീയ അവാർഡിന് അർഹമാവുകയും ആ ചിത്രത്തിൽ സ്വാതന്ത്ര്യാനന്ദ ഭാരതത്തിലെ 2 സാമൂഹ്യ ജീവിതത്തിന്റെ വിഭിന്ന മുഖങ്ങളെ അനാവരണം ചെയ്തുകൊണ്ട് ഒരു തലമുറ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എല്ലാ ത്യാഗം അർപ്പിച്ചു. അതിനുശേഷം ഇന്ത്യ സ്വാതന്ത്ര്യമായപ്പോൾ തങ്ങൾ പുലർത്തി പോകുന്ന സ്വപ്നം നഷ്ടപ്പെടുകയും മോഹഭംഗം ബാധിച്ച ഒരു തലമുറയുടെ പ്രതിനിധിയായി വരുന്ന രവി എന്ന കഥാപാത്രത്തെ ചുറ്റിപ്പറ്റിയുള്ള ഒരു പ്രമേയമായിരുന്നു. മലയാള സിനിമയ്ക്ക് ഒരിക്കലും മറക്കാനാവാത്ത സംഭാവനയാണിത്. തുടർന്ന് വന്ന തമ്പ് സർക്കസുകാരുടെ ജീവിതത്തെ കേന്ദ്രമാക്കി അവതരിപ്പെട്ട തമ്പ്, ഉമ്മാട്ടി, കാഞ്ചന സീത തുടങ്ങി വാസ്തുഹാര വരെ എത്തിയിരിക്കുന്ന അരവിന്ദന്റെ ചിത്രലോകത്തെക്കുറിച്ച് നാം അനുസ്മരിക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. കഥ പറച്ചിലും ട്രീറ്റ്മെന്റിലും അദ്ദേഹം തനതമായ ഒരു ശൈലി സ്വീകരിച്ചിരുന്നതിന്റെ ഏറ്റവും നല്ല തെളിവുകളാണ്. ഒരു മൊത്തം ചിത്രത്തിൽ അരവിന്ദന്റെ ഒരൊറ്റ ഫിലിം കാഞ്ചന സീത മാത്രം എടുത്താൽ മതി, അദ്ദേഹം ഇന്ത്യൻ സിനിമയിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്ന ചലച്ചിത്രകാരനായിരുന്നു കാണാം. കാരണം കാഞ്ചന സീതയിൽ സരയൂ നദിക്കരയിൽ ഒരു യാഗം നടത്തുന്നതിന്റെ ചിത്രീകരണമുണ്ട്. അവിടെ സീത എന്ന കഥാപാത്രം അവിടെ ആവശ്യമാണ്. പക്ഷെ ഒരിക്കലും സീത രംഗത്ത് വരുന്നില്ല. അത് പ്രകൃതിയിലൂടെയും കാറ്റിലൂടെയും സീതയുടെ സാന്നിധ്യം അറിയുകയാണ്. യാഗപ്പുരയ്ക്ക് അടുത്തുള്ള ഒരു അരയാലിന്റെ ലോങ് ഷോട്ടിലൂടെ, അരയാലികളുടെ മൃദുല മർമ്മനത്തിലൂടെ അതിൽ നാം സ്ത്രീയെ, സീതയെ അഥവാ പ്രകൃതിയെ പ്രേക്ഷകൻ പോലും അനുഭവിപ്പിക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആയിരുന്നു അദ്ദേഹം നടത്തിയത്. ഇത് മാത്രം മതി അരവിന്ദൻ എന്ന അനശ്വരനായ ചരിത്രകാരനെ ഇന്ന് നമുക്ക് സ്മരിക്കാം. പിന്നെ മറ്റൊന്ന്, ആർട്ട് ഫിലിമുകൾ എന്ന തരംതിരിവിൽ അങ്ങനെ ഒരു ഗണത്തിൽ പെടുത്തിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കേരളത്തിൽ. അരവിന്ദന്റെ ചലച്ചിത്രങ്ങൾ നിശബ്ദ ചിത്രങ്ങളാണ്, കഥാപാത്രങ്ങൾ സംസാരിക്കുന്നില്ല എന്ന പരാതിയുമായി വരുന്ന കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ അരവിന്ദന്റെ സിനിമകൾ വാചാലമായ മൗനം എന്ന് അർത്ഥത്തിൽ പെടുത്താവുന്നതാണ്. കാരണം ദൃശ്യങ്ങളും ഭാവങ്ങളും മൗനങ്ങളും കഥ പറയുന്ന ഒരു രീതിയായിരുന്നു എന്നും പറയുന്നതിന് കൊടുത്തിപ്പോന്നത്. തുടർന്ന് ഇവിടെ കൂടുതൽ നീട്ടുന്നില്ല. അരവിന്ദന്റെ കലാസേവനങ്ങളെ കുറിച്ചും അദ്ദേഹത്തിന്റെ ചിത്രലോകത്തെക്കുറിച്ചും ഈ മാധ്യമവുമായി അടുത്തറിയാവുന്നവരും സിനിമ എന്ന മീഡിയവുമായി അനുഭവജ്ഞാനമുള്ള ശ്രീ എം എ റഹ്മാൻ വിശദമായി അദ്ദേഹത്തിന്റെ സിനിമാ പ്രപഞ്ചത്തെക്കുറിച്ച് വിലയിരുത്തും. സുധാകരൻ ഇന്നലെ എന്ന സിനിമയിലൂടെ നാം പരിചയപ്പെട്ട സുധാകരനുണ്ട്. അദ്ദേഹത്തിന് ഈ മാധ്യമമായി
കൂടുതൽ ബന്ധമുണ്ട്. അദ്ദേഹം ഇതിനെ അനുസ്മരിച്ചുകൊണ്ട് നിങ്ങളോട് സംസാരിക്കും. കൂടുതലായി ഒന്നും പറയുന്നില്ല. എല്ലാവരെയും വളരെ കൃത്യമായി ഈ അനുസ്മരണ സായനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. സൂചിപ്പിച്ചതുപോലെ ഇതൊരു അനുസ്മരണ യോഗമാണ്, ഒരു അനുശോചന യോഗം എന്നതിന്. കാരണം പല കാരണങ്ങളാലും നമ്മളെ ഇന്നത്തെ ഈ അനുസ്മരണ യോഗത്തിൽ ശ്രീ അരവിന്ദനെ കുറിച്ച്, അരവിന്ദന്റെ സിനിമാ സങ്കല്പങ്ങളെ കുറിച്ച് വളരെ ആധികാരികമായി സംസാരിക്കുവാൻ നമുക്ക് ഒരു മാന്യ വ്യക്തി ഇന്നിവിടെ സന്നിഹിതനായിട്ടുണ്ട്, ശ്രീ എം എ റഹ്മാൻ. അദ്ദേഹം ആ വിഷയത്തെക്കുറിച്ച് വളരെ വിശദമായി സംസാരിക്കും എന്നുള്ളത് കൊണ്ട് അധ്യക്ഷ പ്രസംഗം ഞാൻ വളരെ ദീർഘിപ്പിക്കുന്നില്ല. എങ്കിലും 2 വാക്ക് മാത്രം. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം 91 നഷ്ടങ്ങളുടെ ഒരു വർഷമാണ്. മലയാള മധ്യവർത്തി സിനിമയുടെ കരുത്തനായ സംവിധായകനും എൻ്റെ ആത്മീയ ഗുരു കൂടിയായിരുന്ന പത്മരാജൻ സാറിന്റെ ആകസ്മികമായ നിര്യാണത്തിന് ശേഷം കഷ്ടിച്ച് 2 മാസം പോലും തികയുന്നതിന് മുമ്പ് മാർച്ച് 16-ാം തീയതി പുലർച്ചെ മലയാള സിനിമയുടെ, ഇന്ത്യൻ സിനിമയുടെ അഭിമാനമായ അരവിന്ദൻ നമ്മെ വിട്ടുപിരിഞ്ഞു. മലയാള സിനിമയ്ക്ക് ലോക സിനിമാ വേദിയിൽ ഗണ്യമായ ഒരു സ്ഥാനം നേടിത്തരുവാൻ ശ്രീ അരവിന്ദന്റെ ചിത്രങ്ങളിലൂടെ നമുക്ക് സാധിച്ചു എന്നത് അഭിമാനകരമായ ഒരു വസ്തുതയാണ്. എനിക്ക് ശ്രീ പത്മരാജൻ സാറിന്റെ ഇന്നലെ എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയുമായി ബന്ധപ്പെടാൻ അവസരമുണ്ടായി. ആ പടം റിലീസായപ്പോൾ ഞാൻ ശ്രീ അരവിന്ദനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി കാണുകയുണ്ടായി. വളരെ സ്നേഹപൂർവ്വം, സന്തോഷപൂർവ്വം അദ്ദേഹം എന്നെ സ്വീകരിച്ചിരുത്തി ഏകദേശം 2.5-3 മണിക്കൂറുകളോളം ദീർഘമായി സംസാരിക്കുവാൻ എനിക്ക് അവസരമുണ്ടായി. ഇന്നലെ കുറിച്ച്, മലയാള സിനിമയെക്കുറിച്ച്, വാസ്തുഹാരയെക്കുറിച്ച്, ഗൾഫ് മലയാളികളുടെ കലാപ്രവർത്തനങ്ങളെ കുറിച്ച് വളരെ സുദീർഘമായി അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. അങ്ങനെ ചെറിയ ലോകത്തിലെ വലിയ മനുഷ്യനുമായി കുറെ അധിക സമയം എനിക്ക് പങ്കിടാൻ സാധിച്ചു എന്ന ഒരു ചാരിതാർത്ഥ്യം എനിക്കുണ്ട്. അത് ഞാൻ ഈ അവസരത്തിൽ ഞാൻ അനുസ്മരിക്കുകയാണ്. തന്റെ നീണ്ട 17 വർഷങ്ങൾക്കുള്ളിൽ അദ്ദേഹം 10 ചിത്രങ്ങളെ കാഴ്ചവെച്ചുള്ളൂ എങ്കിൽ തന്നെയും അവ ഓരോന്നും അമൂല്യങ്ങളായ സംഭാവനകളായി. താൻ എടുത്തിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ചലച്ചിത്രകാരൻ എടുത്തിട്ടുള്ള എല്ലാ ചിത്രങ്ങൾക്കും പുരസ്കാരം നേടുക എന്നത് ഒരു അപൂർവ സംഭവമാണ്. വളരെ ചുരുക്കം പേർക്ക് മാത്രമേ അത്തരം ഒരു ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ളൂ. അങ്ങനെ ഉള്ള ചുരുക്കം പേരിൽ ഒരു വ്യക്തിയായിരുന്നു അരവിന്ദൻ. ശരാശരി പ്രേക്ഷകന്റെ ആസ്വാദന നിലവാരത്തിന് അപ്പുറമായിരുന്നു അദ്ദേഹത്തിന്റെ ചലച്ചിത്ര സൃഷ്ടികളെങ്കിൽ കൂടി ലോക സിനിമയിലെ അമൂല്യങ്ങളായ ക്ലാസിക്കുകളെ വിലയിരുത്തുന്ന നിരൂപകരൊക്കെ തന്നെ അരവിന്ദന്റെ ചലച്ചിത്രത്തെ വളരെ ആദരവോടുകൂടി മാത്രമേ കണ്ടിരുന്നു. ചെറിയ ലോകവും വലിയ മനുഷ്യരും എന്ന കാർട്ടൂൺ പരമ്പരയിലൂടെ മലയാള സാഹിത്യ കുതികൾക്ക് വിസ്മയം ജനിപ്പിക്കുമാറ് ഒരു കൊടുങ്കാറ്റ് പോലെ കടന്നു വന്ന അരവിന്ദൻ ഉത്തരായനം, പോക്കുവയിൽ, തമ്പ്, കാഞ്ചനശീല, ഒരിടത്ത്, എസ്തപ്പാൻ എന്ന് തുടങ്ങി വാസ്തുഹാരയിൽ പ്രശസ്തിയുടെ ഔന്നത്യത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് മരണം എന്ന രംഗബോധമില്ലാത്ത കോമാളിയാൽ അദ്ദേഹത്തിന് രംഗം വിടേണ്ടി വന്നു. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. വളരെ ആധികാരികമായിട്ട് സംസാരിക്കുന്ന വളരെ കൂടുതൽ ആളുകളുണ്ട്. ഈ ദുരന്തം മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം നികത്താനാവാത്തതാണ്.
മലയാള സിനിമയെ അനാഥമാക്കിക്കൊണ്ട് കടന്നുപോയ ആ വലിയ മഹാനായ കലാകാരന് ആർഗാനികളുള്ള പിടി അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ. ഇന്നത്തെ ഈ അനുസ്മരണ യോഗത്തിൽ നിങ്ങൾക്ക് ഏവർക്കും അറിയാം, ബഷീർ ദ മാൻ എന്ന ഡോക്യുമെന്ററി ചിത്രത്തോടുകൂടി നാഷണൽ ലെവലിൽ ശ്രദ്ധിക്കപ്പെട്ട മലയാള സിനിമയിൽ വളരെ സുപരിചിതനായ ശ്രീ എം.എ. റഹ്മാൻ സാഹിബ് ഇന്ന് നിങ്ങളെ അഭിമുഖമായിട്ട് നമ്മുടെ പ്രിയങ്കരനായ അരവിന്ദന്റെ ചലച്ചിത്ര സങ്കല്പത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ചലച്ചിത്രത്തെക്കുറിച്ചും വളരെ വിശദമായി സംസാരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അരവിന്ദനെ കുറിച്ചുള്ള ഓർമ്മ എനിക്ക് ഈ സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മ വരുന്നത് 1974 ഞാൻ BA പഠിക്കുന്ന കാലത്ത് പീച്ചിയിൽ വെച്ച് കോഴിക്കോട് സർവകലാശാല ഒരു സർഗസംവാദം എന്നൊരു ക്യാമ്പ് നടത്തുകയുണ്ടായി. അന്ന് അതിൽ പങ്കെടുത്ത സമയത്ത് മലയാളത്തിലെ പ്രസിദ്ധരായ പല ചലച്ചിത്രകാരന്മാരും സാഹിത്യകാരന്മാരും ഒക്കെ അവിടെ വന്നിരുന്നു. ആ കൂട്ടത്തിൽ അരവിന്ദനുണ്ടായിരുന്നു. ആളുകളോടെല്ലാം പല എഴുത്തുകാരോടും കലാകാരന്മാരോടും കുട്ടികൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം എന്ന് ചോദിച്ചപ്പോൾ പലരും ഓരോ ആളുകൾ അവരുടെ താല്പര്യങ്ങളെ കുറിച്ച് പറയും. ഭക്ഷണത്തെക്കുറിച്ച്, വസ്ത്രത്തെക്കുറിച്ച് പല രീതികൾ അങ്ങനെ പറയുകയുണ്ടായി. പക്ഷേ അരവിന്ദൻ അന്ന് പറഞ്ഞ ഒരു മറുപടി വളരെ ശ്രദ്ധേയമായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, എനിക്ക് ഒന്നും മിണ്ടാതിരിക്കുന്നതിലാണ് ഇഷ്ടം എന്നാണ്. യഥാർത്ഥത്തിൽ അന്ന് എൻ്റെ പ്രായം വെച്ചുകൊണ്ട് അരവിന്ദൻ പറഞ്ഞ അതിൻ്റെ അർത്ഥം അന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. പിന്നീട് വളരെ കാലം കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞ എനിക്ക് ഇഷ്ടം ഒന്നും മിണ്ടാതിരിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കുന്നത് അതിനകത്ത് ജീവിതത്തിന്റെ ചില യാഥാർത്ഥ്യങ്ങളുണ്ടെന്ന് മനസ്സിലായത് വളരെ കാലം കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ കാഞ്ചന സീത എന്ന ചലച്ചിത്രം കണ്ടപ്പോഴാണ്. അതായത് അന്ന് അവിടെ ഞങ്ങൾക്ക് വേണ്ടി ഉത്തരായണം പ്രദർശിപ്പിച്ചിരുന്നു. ഉത്തരായണം എന്നുള്ള സിനിമ യഥാർത്ഥത്തിൽ ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ ഉത്തരം എന്നെ സംശയിപ്പിച്ചെങ്കിലും എനിക്ക് അറിയാത്തതായിരുന്നെങ്കിലും ആ സിനിമ എനിക്ക് അറിയാത്തതായിരുന്നില്ല. അന്ന് ആ സിനിമ വളരെയധികം എന്നെ ബാധിക്കുകയുണ്ടായി. ഞങ്ങളുടെ ആ ഗ്രൂപ്പിലുള്ള എല്ലാ ആളുകളെയും സിനിമ കണ്ടിറങ്ങിയിട്ട് ശരിക്ക് ഇന്ത്യയുടെ അന്നത്തെ അവസ്ഥയിൽ എന്നെ പോലുള്ള ഒരു ചെറുപ്പക്കാരൻ, എൻ്റെ തലമുറയിൽപ്പെട്ട ചെറുപ്പക്കാരൻ്റെ ഒരു യാഥാർത്ഥ്യം ആ സിനിമക്കകത്ത് ഞങ്ങൾ കിട്ടുകയുണ്ടായി. പക്ഷെ അരവിന്ദൻ പറഞ്ഞ ഈ കാര്യം അത് മാത്രം ഒരു സംശയമായി നിലനിന്നിരുന്നു. പിന്നീട് വന്ന അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ കണ്ടപ്പോൾ അരവിന്ദനെ ശരിക്ക് അയാളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ശരിയായ പ്രശ്നമാണ് അതെന്നും മൗലികമായൊരു പ്രശ്നമാണെന്നും അല്ലെങ്കിൽ അരവിന്ദനെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണതെന്നും മനസ്സിലാവുകയുണ്ടായി. ഇത് പറയുമ്പോൾ അരവിന്ദന്റെ ചെറിയ മനുഷ്യരും വലിയ ലോകവും എന്ന് പറയുന്ന കാർട്ടൂൺ പരമ്പര ഉണ്ടാക്കിയ ഒരു ബോധത്തിൽ നിന്നുകൊണ്ടാണ് അന്ന് ഞങ്ങൾ ഉത്തരായണം എന്നുള്ള സിനിമ കണ്ടത്. രവി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാമുവിന്റെ ഒരു എക്സ്റ്റൻഷൻ തന്നെയാണ്. അതിലെ രാമു പ്രതികരിക്കാൻ കഴിയാത്ത നിസ്സംഗനായ ഒരു ചെറുപ്പക്കാരൻ, എല്ലാ തരത്തിലുള്ള അനുഭവങ്ങളും പീഡിപ്പിക്കുകയും ചുറ്റും ലോകം നിരന്തരമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ തനിക്ക് തൻ്റെ കുടുംബം പുലർത്താൻ തനിക്ക് ജോലിയില്ലാതെ അല്ലെങ്കിൽ ചെറിയ ജോലികൾ, ഈ ജോലിക്കകത്തുകൊണ്ട് എനിക്ക് എൻ്റെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇല്ലല്ലോ എന്ന് സ്വയം പരിതപിക്കുന്ന ആ കഥാപാത്രം, ആ കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ പ്രതിനിധിയായിരുന്ന ആ കഥാപാത്രം രവിയിലേക്ക് എത്തുമ്പോൾ വേറൊരു ഫിലോസഫിക്കൽ തലത്തിലേക്ക് ഉയരുന്നുണ്ട്. ഇങ്ങനെ ഉയരുന്നത്, അതായത് എനിക്ക് ഓർമ്മ വരുന്നത്, ഇത് പറയുമ്പോൾ ഈ മൗനത്തെയും ഈ രവിയുടെ പ്രശ്നത്തെയും ഒന്ന് ബന്ധിപ്പിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഞാൻ അരവിന്ദനെ കുറിച്ച് ആലോചിക്കുമ്പോഴൊക്കെ ഇതിങ്ങനെ ബന്ധിപ്പിക്കാൻ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അതായത് അരവിന്ദൻ എന്ന് പറയുന്ന ആളെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് ഈ രാമുവിനെയും ഗുരുജിയെയും ഓർമ്മ വരും. രണ്ട് വ്യത്യസ്ത തലങ്ങളാണ് ഇവരെങ്കിലും രണ്ടുപേരും ഒന്ന് തന്നെയാണെന്നുള്ളതാണ്. രാമുവും ചെറിയ മനുഷ്യരും വലിയ ലോകത്തിലെ രാമുവും ഗുരുജിയും രണ്ടുപേരും ഒന്ന് തന്നെയാണ്. മിക്കവാറും നിങ്ങളിലും എന്നിലുള്ള ഒരാളാണ്. അതായത്
രാമുവിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഗുരു എല്ലാറ്റിന്റെയും പരിഹാരവുമായിട്ട് ഒരു സന്യാസി, ഇപ്പോഴത്തെ ഭൗതിക ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും നേരിടുന്ന ഒരു ചെറുപ്പക്കാരൻ. ഇയാൾ നിസ്സംഗനായി പോകുന്നു, ആയിക്കൊണ്ടേയിരിക്കുന്നു. അയാൾ ഓരോ നിമിഷവും ജീവിതത്തെ നേരിടാൻ കഴിയാതെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പെട്ടിട്ട് നിരന്തരമായ അയാൾ ഇങ്ങനെ നിസ്സംഗനായി, മറ്റേയാൾ നിസ്സംഗതയുടെ ഏറ്റവും പരമാവസ്ഥയിൽ സന്യാസിയായി മാറിയിരിക്കുന്നു. അപ്പോൾ ഈ സന്യാസത്തിന്റെയും ജീവിതാനുഭവങ്ങളുടെയും വിരുദ്ധ അവസ്ഥകൾ നിൽക്കുന്ന ഒരാൾ. നമുക്കെല്ലാം ഈ പ്രശ്നമുണ്ട്. അതിന് ഉദാഹരണമായി എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് സെൻ ബുദ്ധിസത്തിലെ ഒരു കഥയാണ്. അതായത് സെൻ ബുദ്ധിസത്തിലെ ഒരു സെൻ മാസ്റ്ററും ശിഷ്യനും കൂടി ഇങ്ങനെ നടന്നു പോവുകയാണ്. നടന്നു പോകുമ്പോൾ ഒരു വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് കടന്നു പോകാൻ കഴിയാത്തൊരു സ്ഥലത്തെത്തി. അപ്പോൾ സുന്ദരിയായ ഒരു സ്ത്രീ അതുവഴി വരുന്നു. അവൾക്ക് കടക്കാൻ കഴിയുന്നില്ല. അപ്പോൾ സെൻ ഗുരു ആ സ്ത്രീയെ കയ്യിലെടുത്ത് ചുമലിൽ കയറ്റിയിട്ട് അവളെ അക്കരക്ക് കടത്തി. സുന്ദരിയായ സ്ത്രീയാണ്. അപ്പോ ശിഷ്യന് സംശയമായി, ഗുരു ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ, സന്യാസിയായ ഗുരു ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. അവർ ഒരുപാട് നേരം മിണ്ടാതെ നടന്നു. പക്ഷെ ശിഷ്യന്റെ ഉള്ളിലുള്ള സംശയം മാറുന്നേ ഇല്ല. 1 മണിക്കൂർ ഏതാണ്ട് ഒരുപാട് നടന്നു കഴിഞ്ഞിട്ട് ശിഷ്യൻ ചോദിച്ചു, അല്ലയോ ഗുരു, നിങ്ങൾ ചെയ്തത് തെറ്റല്ലേ? എന്താണ്? നിങ്ങൾ ആ സ്ത്രീയെ ചുമലിൽ കയറ്റിയിട്ട് അപ്പുറം കടത്തിയത് ഒരു സന്യാസി ചെയ്യാൻ പാടില്ലാത്തത്. അപ്പൊ ഗുരു പറഞ്ഞു, നീ ഇപ്പോഴും അവളെ കൊണ്ടു നടക്കുകയാണോ? ഞാൻ എപ്പോഴേ അവളെ ഇറക്കി കഴിഞ്ഞു. ഈ ഗുരുവും ശിഷ്യനും എന്ന് പറയുന്നത് രാമുവും ഈ സന്യാസിയും പോലെയാണ്, ഈ ഗുരുജിയും പോലെയാണ്. മിക്കവാറും അരവിന്ദൻ അനുഭവിച്ചിട്ടുള്ള ഒരു വലിയ പ്രശ്നം ഇതാണ്. ഇതിനെ എങ്ങനെയാണ് മൗനവുമായിട്ടുള്ള ബന്ധം എന്നുള്ളതാണ്. അരവിന്ദൻ എന്ന് പറയുന്ന കലാകാരൻ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്നത് ലോകത്തിന്റെ സംസാരങ്ങളെയാണ്. ഈ ആളുകൾ മുഴുവൻ തനിക്ക് ചുറ്റും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ സംസാരത്തിൽ നിന്ന് എനിക്ക് മോചനമില്ലല്ലോ എന്ന് സ്വയം ഓർത്തിട്ട് തൻ്റെ സ്വന്തം മൗനത്തിലേക്ക് ചുരുങ്ങിപ്പോയ ഒരാൾ, ഇങ്ങനെ ചുരുങ്ങാൻ ആഗ്രഹിച്ചിരുന്ന ഒരാൾ. ഇത് യഥാർത്ഥത്തിൽ ഇത് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്കും എനിക്കും ആധുനിക കാലഘട്ടത്തിൽ അനുഭവപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമാണ്. കാരണം നമ്മൾ വളരെ കണ്ടീഷൻഡാണ്. കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും സംസാരിക്കുന്നു, നമ്മളും സംസാരിക്കുന്നു, അല്ലെങ്കിൽ സംസാരിക്കേണ്ടി വരുന്നു. അയ്യോ, എനിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ലല്ലോ, അപ്പോൾ ഞാൻ മിണ്ടാതിരുന്നാൽ ആളുകൾ എന്ത് പറയും, അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ ചിലരൊക്കെ ചിലപ്പോൾ. അരവിന്ദനും അങ്ങനെ തന്നെയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് സംസാരിക്കേണ്ടി വരുന്നത്? ലോകം ഇങ്ങനെ ആയിപ്പോയത് കൊണ്ടാണ്. എല്ലാവരും സംസാരിക്കുന്നു, എല്ലാവർക്കും സംസാരിക്കാൻ മാത്രമേ ഉള്ളൂ, ചെയ്യാനൊന്നുമില്ല. അങ്ങനെ സംസാരിക്കുന്ന ഒരു ലോകത്തിന്റെ കണ്ടീഷൻഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ സംസാരിക്കാൻ കഴിയാത്ത ഒരാളുടെ വെപ്രാളം, ഒരാളുടെ ആവലാതികൾ, ഒരാളുടെ ആ നിസ്സഹായമായ അവസ്ഥ, തന്റെ അസ്തിത്വത്തിന് വേണ്ടിയുള്ള ആ പിടച്ചിൽ, അതാണ് രാമു അനുഭവിച്ചുകൊണ്ടിരുന്നത്. അപ്പോ ഇങ്ങനെ ലോകം എന്തുകൊണ്ടാണ് സംസാരിക്കുന്നത്? ലോകം മാറിപ്പോയിരിക്കുന്നു. യഥാർത്ഥത്തിൽ മനുഷ്യൻ എന്ന് പറയുന്നത്, ഇപ്പോ പ്രസിദ്ധയായ ഒരു കവയിത്രി പാടിയ ഒരു വരി ഇംഗ്ലീഷ് കവിത, അതായത് എ വേർഡ് ഈസ് ഡെഡ് when it is uttered. പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്ക് മരിച്ചു എന്നാണ്. നക്ഷത്രത്തെ പോലെ അത് പൊലിഞ്ഞു പോകുന്നു. പറയുന്നത് വരെ എത്ര നേരം നിങ്ങളത് ഉള്ളിൽ കൊണ്ടു നടക്കുന്നു? എനിക്കൊന്നും പറയാനില്ല, പറയാനുള്ളത് മുഴുവൻ എൻ്റെ ഉള്ളിലാണ്, ഒന്നും പറയാൻ കഴിയുന്നില്ല. അങ്ങനെ പറയുക എന്ന് പറയുന്നത് സാധ്യമല്ലാത്ത ഒരവസ്ഥ. മൗനം എന്ന് പറയുന്നത് ഏറ്റവും വലിയ അർത്ഥത്തെ സ്വീകരിക്കുന്ന ഒരവസ്ഥ. ഇത് ആദിമ മനുഷ്യന്റെ ഒരു അവസ്ഥയായിരുന്നു. പ്രാകൃത കാലം തൊട്ട് തന്നെ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ലാംഗ്വേജ് എന്ന് പറയുന്നത്. എനിക്കൊരു ലാംഗ്വേജ് ഇല്ല. ലാംഗ്വേജ് വന്നപ്പോഴുള്ള പ്രശ്നം എന്താ? സംസാരിച്ച് നമ്മളതിനെ നശിപ്പിച്ചു, കുളമാക്കി എന്ന് പറയും. സംസാരിച്ച് നീ അതിനെ കുളമാക്കി നശിപ്പിച്ചു കളഞ്ഞു. അപ്പൊ ഈ വാക്കെന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ കിടന്നിട്ട് വല്ലാതെ വീർപ്പ് മുട്ടിച്ച് എപ്പോഴെങ്കിലും ഒരു വളരെ സത്യസന്ധമായ ഒരു വാക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുമോ? അതല്ല വരുന്നത്. പകരം ഈ ആധുനികമായ ഈ ലോകത്ത് വാക്ക് അതിന്റെ ഏറ്റവും മലിനമായ രൂപത്തിലാണ്, ലാംഗ്വേജിന്റെ ഏറ്റവും മോശപ്പെട്ട രൂപത്തിലാണ് വരുന്നത്. അങ്ങനെയുള്ള ലോകത്ത് തനിക്ക് പറയാനുള്ളത് മുഴുവൻ ഈ രീതിയിൽ പറയാൻ എനിക്ക് കഴിയില്ല. കാരണം ഇത് മോശപ്പെട്ട ലോകമാണ്, ഇത് മോശപ്പെട്ട ഭാഷയാണ്, ഇതല്ല എൻ്റെ ഭാഷ എന്ന് തിരിച്ചറിയുകയായിരുന്നു അരവിന്ദൻ. അത് പല രീതിയിലുള്ള ഉദാഹരണങ്ങൾ കൊണ്ട് നമുക്ക് ഇപ്പോ ജീവിതം എപ്പോഴും സഞ്ചരിക്കുന്നവരാണ് അരവിന്ദന്റെ എല്ലാ കഥാപാത്രങ്ങളും. രവിയെ എടുത്തു നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഈ മൗനത്തിന്റെ വിശുദ്ധമായ ലോകത്തിലേക്ക്, മൗനം എന്ന് പറയുന്നത് സംസാരിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമല്ല, മനുഷ്യന്റെ ഏറ്റവും പ്രാകൃതമായ വിശുദ്ധമായ ശുദ്ധമായ ലോകത്തിലേക്ക് പോകുന്ന ഒന്നാണ് മൗനം എന്ന് പറയുന്നത്. നിങ്ങള്
നാഗരികതയുടെ വലിയ ഒരു കോൺക്രീറ്റ് വാർപ്പിനകത്തുള്ള ഒരു വീട്ടിനകത്ത് ഇരിക്കുന്ന സമയത്ത്, നഗരത്തിനകത്ത് ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ലോകം വളരെ മലിനമാണ്. വളരെ സംസാരത്തിന്റെ വലിയ പ്രപഞ്ചത്തിൽ നിങ്ങൾ മുഴുകിപ്പോകും. പക്ഷേ ഇതിനപ്പുറത്ത് കാട് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. കാട്ടിനകത്ത് മനുഷ്യരില്ലാത്ത, വർത്തമാനങ്ങളില്ലാത്ത, ആളുകളുടെ ശല്യമൊന്നും ഇല്ലാത്ത ഒരു ലോകമുണ്ട്. അവിടത്തേക്കാണ് രവി പോകുന്നത്. രവി കാട്ടിനകത്ത് പോയി നാഗരികതയുടെ ഈ മുഖംമൂടികൾ മുഴുവൻ വലിച്ചെറിഞ്ഞ് ഒരു തള്ളയുടെ ചിരിയിൽ മാത്രം എല്ലാം ഒതുക്കിയിട്ട് അയാൾ ഈ കാപട്യങ്ങളെ മുഴുവൻ, സംസാരമാകുന്ന ഈ കാപട്യത്തെ മുഴുവൻ തനിക്ക് ചുറ്റും കേട്ടുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ രാമുവിന്റെ ചെറിയ മനുഷ്യനും വലിയ ലോകത്തിലെ എല്ലാവരും സംസാരിക്കുകയായിരുന്നു അവിടെ. അരവിന്ദൻ എത്രയോ ചിത്രം കൊണ്ട് പറയേണ്ട കഥ പലതും സംഭാഷണം കൊണ്ടാണ് അരവിന്ദൻ പറഞ്ഞത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അരവിന്ദന്റെ ഈ സംഭാഷണത്തിലൂടെയുള്ള ചുറ്റുമുള്ള ലോകത്തെ കാണിക്കേണ്ടി ഇരുന്ന് വന്നത്. പക്ഷെ അതിന്റെ മറുവശം അരവിന്ദൻ കാണിച്ച സിനിമയിലൂടെ അത് ഏറ്റവും മനോഹരമായി അവതരിപ്പിച്ചത് നമ്മുടെ പ്രസിദ്ധമായ കാഞ്ചന സീത എന്ന സിനിമയിലാണ്. അത് സിനിമ വന്നപ്പോൾ എന്തുകൊണ്ട് ആളുകൾ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നു ആലോചിച്ച് നോക്കുക. വളരെ സത്യസന്ധമായി ചിന്തിച്ചാൽ പ്രാകൃത കാലഘട്ടത്തിലെ ഒരു ജനസമുദായത്തിന്റെ കഥയാണ് രാമായണത്തിലെ കഥ എന്ന് പറയുന്നത്. നമ്മളെ പോലെ ഇന്ന് സംസാരിക്കുന്ന മനുഷ്യർ അന്നില്ല. കാട്, കുറച്ചു മാത്രം ഒരുപക്ഷെ ആംഗ്യ ഭാഷയിൽ നിന്ന് നമ്മൾ വളർന്ന് ഇന്ന് നമുക്ക് സംസാരിക്കാൻ വാക്കുകളും ഭാഷകളും ഒക്കെ ഉണ്ട്. അതില്ലാതിരുന്നൊരു കാലം. മറ്റുള്ളവന്റെ വേദന അറിയിക്കാൻ അടുത്തവനെ അടിച്ചിട്ട് തന്നെ ഇതാണ് വേദന എന്ന് ബോധ്യപ്പെടുത്തേണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു മനുഷ്യൻ. സംസാരിക്കുന്നതിന് മുമ്പ്, ഭാഷ വരുന്നതിന് മുമ്പ് വെറും ആംഗ്യങ്ങളിലൂടെ സംസാരിച്ചിരുന്ന കാലഘട്ടം. എന്നെ അടിച്ചു കഴിഞ്ഞാൽ ഇത് എന്റെ വേദനയാണ്, നിങ്ങൾ അടിക്കുമ്പോൾ എനിക്ക് വേദനിക്കുന്നു എന്ന് പറയാൻ ഒരു മാർഗമില്ല, തിരിച്ചൊരു അടി കൊടുക്കുക. അപ്പൊ അവന് ഇത് വേദനയാണ് എന്ന് ബോധ്യമായിരുന്നില്ല. ഇന്ന് വേദന എന്നുള്ള വാക്ക് നമുക്കുണ്ട്, എല്ലാ ഭാഷയിലുണ്ട്. അതില്ലാതിരുന്ന ഒരു പ്രാകൃത കാലഘട്ടത്തിലെ ജനസമൂഹത്തിൽ നിന്നാണ് രാമായണത്തിന്റെ കഥ ഉണ്ടാവുന്നത്. അങ്ങനെയുള്ള ഒരു കഥ പറയാൻ അരവിന്ദൻ എങ്ങനെ സംഭാഷണത്തിന് ലോകം സ്വീകരിക്കും? അതും താൻ ഏറ്റവും വെറുക്കുന്ന ശുദ്ധമായ ഒരു ലോകം തനിക്ക് വേണമെന്ന് തോന്നിയിട്ട് അതിലേക്ക് മടങ്ങിപ്പോകാൻ ആഗ്രഹിച്ചിരുന്ന ഒരാൾ. അങ്ങനെയാണ് ആ തീം തന്നെ അരവിന്ദൻ എടുക്കാനുള്ള പ്രധാന കാരണം. തനിക്ക് ഏറ്റവും സുരക്ഷിതമായ ഒരിടം, ആളുകൾ ആരും വർത്തമാനം പറയാത്ത, ഈ മനുഷ്യരുടെ ശല്യങ്ങളില്ലാത്ത ഒരു സ്ഥലം. അവിടെയുള്ള മനുഷ്യർ അവരാരാണ്? പ്രാകൃതരായ ട്രൈബ്സിനെ കൊണ്ടാണ് അരവിന്ദൻ രാമനും സീതയെ പ്രകൃതിയാക്കി തന്നെ കാണിച്ചു. ബാക്കിയുള്ള കഥാപാത്രങ്ങളെല്ലാം ട്രൈബുകളാണ്. ആരാണ് ഈ ട്രൈബ്സ്? ഏറ്റവും കുറഞ്ഞ സംസാരമുള്ളവരാണ്, ഭാഷ വളരെ കുറഞ്ഞവർ. അങ്ങനെയുള്ള ഒരു ലോകം അരവിന്ദൻ സൃഷ്ടിച്ചു. പിന്നീട് തമ്പിലേക്ക് വന്ന് നോക്കിക്കഴിഞ്ഞാൽ തമ്പിലെ വേണു അവതരിപ്പിക്കുന്ന കഥാപാത്രം വീട്ടിന്റെ അകത്ത് ഈ കുടുംബത്തിന്റെ വളരെ ശിഥിലമായ ആ കുടുംബത്തിനകത്ത് അവിടെയും സംഭാഷണത്തിന്റെ പെരുപ്പം കൊണ്ട് അയാൾ സംഗീതത്തിന്റെ ലോകത്തിലേക്ക് വരികയാണ്. അത് പറയുമ്പോൾ അരവിന്ദന്റെ സംഗീതവും ഈ മൗനവുമായി ബന്ധപ്പെട്ടതാണ്. അതായത് ഏറ്റവും ശുദ്ധമായ മനസ്സുള്ള ഒരാൾക്ക് മാത്രമേ സംഗീതത്തെ സ്നേഹിക്കാൻ കഴിയൂ. നിങ്ങൾ നല്ലൊരു പാട്ടുകാരനാണെങ്കിൽ ഇപ്പൊ യേശോദനെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്, നല്ലൊരു പാട്ടുകാരനാണെങ്കിൽ നിങ്ങൾ വളരെ ശുദ്ധനാണെന്നില്ല. അതായത് എല്ലാ ആളുകളും സംബന്ധിച്ചിട്ട് ഏറ്റവും ശുദ്ധമായ കലയാണ് സംഗീതമെന്ന് ഷോപ്പനവറിനെ പോലെയുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഈ ശുദ്ധമായ ഒരു കലയിലേക്കാണ് അരവിന്ദൻ ആകർഷിക്കപ്പെടുന്നത്. അരവിന്ദനെ ബീച്ചിൽ വെച്ച് തന്നെ അരവിന്ദൻ അത് എനിക്ക് സംസാരിക്കാനില്ലെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവസാനം ചെയ്തത് ഒരു ബംഗാളി പാട്ട് അദ്ദേഹം പതിഞ്ഞ ശബ്ദത്തിൽ എല്ലാവരെയും, ഈ ഏറ്റവും കൂടുതൽ സംസാരിച്ചിരുന്ന ആളുകളെ മുഴുവൻ അടച്ചിരുത്തിക്കൊണ്ട് ഏറ്റവും പതിഞ്ഞ ശബ്ദത്തിൽ അരവിന്ദൻ ഒരു ബംഗാളി ഗാനം പാടുകയുണ്ടായി. അതിപ്പോഴും ഓർമ്മയിലുണ്ട്. ഈ സംഗീതത്തോടുള്ള അദ്ദേഹത്തിന്റെ എന്ന് പറയുന്നത് ആദ്യമായി ഈ വിശുദ്ധിയിലേക്കും ഈ മൗനത്തിലേക്കും ഈ ശുദ്ധമായ ലോകത്തിലേക്കും തിരിച്ചു പോകാനുള്ള ത്വരയാണ്. അതിനെ വേണമെങ്കിൽ ഇന്ത്യൻ രീതിയിൽ നമുക്ക് സന്യാസത്തിന്റെ ലോകമാണെന്ന് പറയാം. പക്ഷേ ഈ സന്യാസത്തിന്റെ സമ്പൂർണമായ ലോകത്തിൽ അരവിന്ദന് നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന്റെ ഒരു വലിയ പ്രശ്നം അരവിന്ദന്റെ എല്ലാ സിനിമകളിലും കാണാം. അത് ഈ ചെറിയ മനുഷ്യരും വലിയ ലോകവും എന്ന് പറയുന്നതിനകത്ത് തന്നെ അതായത് അരവിന്ദൻ ആഗ്രഹിച്ചിരുന്ന ഒരു ലോകമാണ്. അതായത് ഈ ചെറിയ ഈ മനുഷ്യൻ എത്ര അങ്ങനെ തന്നെയല്ല, വലിയ മനുഷ്യരും ചെറിയ മനുഷ്യരും വലിയ ലോകവും. അതായത് മനുഷ്യൻ എത്രയോ ഫിലോസഫേഴ്സ് പറയുന്നതാണ്, അയ്യോ ഈ പ്രപഞ്ചം എത്ര വലുതാണ്, ഞാൻ എത്ര ചെറുതാണ്, ഞാൻ ഇതിന്റെ ബഷീറൊക്കെ പറയുന്ന ഈ പൂവിന്റെ സൗന്ദര്യം പോലും സമ്പൂർണ്ണമായി എനിക്ക് ആസ്വദിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ബഷീർ പറയുന്നുണ്ട്. ഒരു ഫിലോസഫിക്കലായിട്ടുള്ള പ്രശ്നമാണ്. ഇത് തന്നെയാണ് അരവിന്ദൻ പറയുന്നത്. ഈ ലോകത്തിന്റെ ഭംഗികൾ അത്രയും, അല്ലെങ്കിൽ തനിക്ക്
താൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഈ വിശുദ്ധികൾ എത്രയും തനിക്ക് അതേ രീതിയിൽ പിടിച്ചെടുക്കാവുന്ന ഒരു മനസ്സെനിക്കില്ലല്ലോ. അതുകൊണ്ട് ഞാൻ മിണ്ടാതിരിക്കുന്നു. എന്റെ ഈ മൗനത്തിന്റെ ലോകത്തിലേക്ക് ഞാൻ മടങ്ങി വന്നിട്ട് ഞാൻ ഈ ലോകത്തെ പരമാവധി ഞാൻ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നു, സമ്പൂർണ്ണമാകാൻ ശ്രമിക്കുന്നു. പക്ഷെ സമ്പൂർണ്ണത കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ മഹാന്മാരായ എല്ലാ കലാകാരന്മാരിലും ഈ പ്രശ്നം ഉണ്ടായിരുന്നു. ലോകത്ത് ആരെടുത്തു കഴിഞ്ഞാലും, ഡോസ്റ്റോവസ്കിയെ പോലുള്ള എഴുത്തുകാരെടുത്തു കഴിഞ്ഞാലും അവർക്കെല്ലാം ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ ലോകത്തെ തങ്ങളുടെ ഈ ചെറിയ അനുഭവ മണ്ഡലത്തിലേക്ക് ഒതുക്കാൻ കഴിയാതിരിക്കുക. അങ്ങനെ ഒതുക്കാൻ കഴിയാതായപ്പോ ഈ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി സഞ്ചരിക്കുക. തമ്പുരാൻ നായകൻ അങ്ങനെ ഒരിടത്തും ഇരിക്കാതെ ലോകം വീട്ടിന് പുറത്തേക്ക് സഞ്ചരിക്കുന്നു, നാടോടിയായി പോകുന്നു, ലോകം മുഴുവൻ കാണുക, അങ്ങനെ ലോകത്തെ അറിയുക, ലോകത്തെ പൂർണ്ണമായി അറിയുക. അങ്ങനെ ഒരു അബ്സല്യൂട്ട് യൂണിവേഴ്സ് എന്ന് പറയുന്ന ഒരു സംഗതിയെ തിരിച്ചറിയുക. ഈ തിരിച്ചറിവിന് വേണ്ടിയാണ് എല്ലാ കഥാപാത്രങ്ങളും. ശ്രദ്ധിച്ചു, എസ്തപ്പാൻ എന്ന് പറയുന്ന ആള് ലോകം മുഴുവൻ കറങ്ങി, ഇവിടെ കണ്ടാൽ അയാൾ അവിടെയും ഉണ്ട്, എവിടെയും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. രവി ഗ്രാമത്തിൽ നിന്ന് നഗരത്തിലേക്കും നഗരത്തിൽ നിന്ന് ഗ്രാമത്തിലേക്കും നടന്ന് ശീലിച്ച് അവസാനം അയാൾ കാട്ടിന്റെ ഏകാന്തതയിലേക്ക് മറയുകയും ചെയ്തു. ഇനി എല്ലാ കഥകളിലും വരുന്ന ഒരു ആവർത്തിച്ചു വരുന്ന ഒരു പ്രമേയം എല്ലാ കലാകാരന്മാരുടെയും ഒരു മോട്ടീവ് അതായിരിക്കും. നല്ല കലാകാരന്മാരുടെ അരവിന്ദൻ അങ്ങനെയായിരുന്നു. ഇതിൽ വിജയിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. മൗനത്തെ അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിയട്ടെ, സംസാരിക്കുന്ന ഒരു ലോകത്തിന് എങ്ങനെ മൗനത്തിന്റെ ഭാഷ അറിയും? അതാണ് പ്രശ്നം. അരവിന്ദന്റെ കാഞ്ചന സീത വന്നപ്പോൾ അത് ആ സിനിമ കാലം തെറ്റി നേരത്തെ വന്ന ഒരു സിനിമ ആയതുകൊണ്ട് ആളുകൾ സംസാരിക്കുന്ന ഒരു ലോകത്തിലേക്ക്, അങ്ങനെ കണ്ടീഷൻഡായി പോയ ഒരു ആസ്വാദകരുടെ ലോകത്ത് എങ്ങനെ മൗനത്തിന്റെ ഭാഷ തിരിച്ചറിയും? സൈലൻസ് എന്ന് പറയുന്നത് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു ലോകത്തിന് അത് കൊടുത്തിട്ട് കാര്യമില്ല. അപ്പോ അരവിന്ദന്റെ സിനിമ അങ്ങനെയാണ് ആ സിനിമ ആസ്വദിക്കപ്പെടാതെ പോയത്. ഒരുപക്ഷെ കുറെ കാലം കഴിഞ്ഞ് എല്ലാ മഹാന്മാരായ കലാകാരന്മാരും അങ്ങനെയാണ്. പിന്നീട് കുറെ കാലം കഴിഞ്ഞ് തിരിച്ചറിയും ആളുകൾ. അങ്ങനെ തിരിച്ചറിയുന്ന കാലം വരുമായിരിക്കാം. അദ്ദേഹം ചെയ്തത് ഇങ്ങനെയാണ് എന്ന് പിന്നീട് അദ്ദേഹം എടുത്ത സിനിമകളിലെ സൂചകങ്ങളൊക്കെ എടുത്തിട്ട് തിരിച്ചറിയും. അങ്ങനെ തിരിച്ചറിയുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അരവിന്ദൻ പിന്നീട് എടുത്ത സിനിമ, ഇപ്പോൾ ഉദാഹരണം നമുക്കൊരു ലേശം മാറി നിൽക്കുന്ന സിനിമ എന്ന് പറയാവുന്നത് ഒരിടത്താണ്. ഒരിടത്തിൽ അരവിന്ദൻ ചെയ്ത രീതി ആലോചിച്ച് നോക്കിയാൽ ഞാൻ ഈ പറഞ്ഞ പ്രശ്നം തന്നെയാണെന്ന് കാണാം. വേണു അവതരിപ്പിക്കുന്ന അതിലെ ഓവർസിയർ നിരന്തരമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അരവിന്ദന് മനസ്സിലായി ഈ ലോകത്തിന്റെ മുമ്പിൽ സംസാരിക്കാത്ത കഥാപാത്രത്തെ ഞാനിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരർത്ഥത്തിൽ ലോകം അത് സ്വീകരിക്കില്ല. അപ്പോൾ ഈ സംസാരിക്കുന്ന ആളിനെ വെച്ചുകൊണ്ട് എനിക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കി കാണാം, മലയാളത്തിലെ സിനിമയിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ച കഥാപാത്രമായിരിക്കണം വേണുവിന്റെ ആ കഥാപാത്രം. അതുമായ അദ്ദേഹം തിരുവിതാംകൂറിലെ ആ സംസാര രീതി എടുത്തുകൊണ്ട് വൾഗറൈസ് ചെയ്തു. ഒരർത്ഥത്തിൽ ഒരു സിനിമ, നമ്മുടെ സിനിമാ സങ്കല്പത്തിനകത്ത് നമ്മളെല്ലാം മുഖത്ത് നോക്കിയിട്ട് അരവിന്ദൻ നമ്മെ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് തരികയായിരുന്നു എന്ന് വേണം കരുതാൻ. കാരണം നമ്മളെല്ലാം അന്ന് ആ പടം കണ്ടു കഴിഞ്ഞപ്പോ നമുക്കെല്ലാം തോന്നിയിട്ടുള്ള ഒരു അഭിപ്രായം എന്ന് പറയുന്നത് അത് മഹാമോശമായിപ്പോയി. ഇങ്ങനെ ഒരുപാട് ഈ കഥാപാത്രം വളരെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. എന്തായത് ഇങ്ങനെ സംസാരിക്കുമ്പോ മറ്റിടത്ത് നമുക്ക് വളരെ എക്സ്ട്രീം ആയിപ്പോയി, മൗനമായിപ്പോയി. ഇങ്ങനെ രണ്ട് രീതിയിൽ നമ്മൾ പറഞ്ഞു. നമ്മളെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഇവിടെ അറിയുമെന്ന് എനിക്കറിയില്ല, കേരളത്തിലുണ്ടായ വിവാദങ്ങളിൽ ഏറ്റവും കൂടുതൽ ഒരിടത്ത് വന്നപ്പോൾ ഉണ്ടായ ആ കഥാപാത്രത്തെ വൾഗറായിട്ട് ഉപയോഗപ്പെടുത്തി അരവിന്ദൻ വെറുതെ ചുമ്മാ തമാശ ഉണ്ടാക്കുകയാണ്. അരവിന്ദൻ അതിനൊന്നും തന്നെ വളരെ വ്യക്തമായ ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല. കാഞ്ചന സീത വന്നപ്പോഴും അദ്ദേഹം അധികം സംസാരിച്ച് മറുപടി പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ സിനിമകളെല്ലാം തന്നെ അരവിന്ദന്റെ മൊത്തം സിനിമകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് അരവിന്ദൻ യഥാർത്ഥത്തിൽ നമ്മളെ വളരെ വിപ്ലവകരമായ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് നൽകുകയായിരുന്നു ചെയ്തത്. ഈ വേണുവിന്റെ കഥാപാത്രങ്ങളെ സംസാരിപ്പിക്കുന്നതിലൂടെ നമ്മുടെ ഉള്ളിലുള്ള നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളെ തന്നെ നമുക്ക് ഇഷ്ടമല്ല എന്ന് നമ്മളെ കൊണ്ട് പറയിപ്പിച്ചു. അത് എനിക്ക് തോന്നുന്നത് വളരെ വിപ്ലവകരമായ ഒരു സംഗതി തന്നെയാണ്. ഇനി ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സഞ്ചാരികളായ കഥാപാത്രങ്ങൾ എന്തുകൊണ്ട് വരുന്നുള്ളത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, വളരെയേറെ അസംസ്കൃത ചിത്തരായ കലാകാരന്മാർ, എന്ന് വെച്ചാൽ റിഫൈൻഡ് അല്ലാത്ത കലാകാരന്മാർ. നമ്മളെല്ലാം ഈ നാഗരികത വന്നപ്പോൾ മെക്കാനിക്സ് വേൾഡിൽ റിഫൈൻഡ്, നമുക്കെല്ലാം കള്ളത്തരം അറിയാം, ചതിക്കാൻ അറിയാം, വാക്കുകൾ കൊണ്ട് പറ്റിക്കാൻ അറിയാം. ഇങ്ങനെ വാക്കുകൾ കൊണ്ട് പറ്റിക്കാൻ അറിയാത്ത, ചതിക്കാൻ അറിയാത്ത, വളരെ അസംസ്കൃത ചിത്തരായ ശുദ്ധ ട്രൈബൽ സ്വഭാവമുള്ള, നേരിട്ട് സ്നേഹിച്ചാൽ എല്ലാം തരികയും വെറുത്താൽ നേരിട്ട് തന്നെ അറ്റാക്ക് ചെയ്യുകയും ചെയ്യുന്ന ട്രൈബൽ സ്വഭാവമുള്ള ഒരു മനസ്സ് ഇത്തരത്തിലുള്ള കലാകാരന്മാർക്കുണ്ടാവും. അപ്പോ ഈ കലാകാരന്മാര് സാധാരണഗതിയിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ
ഒരു നൊമാഡിന്റെ ലൈഫ് ഉണ്ടാവും, അതായത് ഒരു സഞ്ചാരത്തിന്റെ ലൈഫ് ഉണ്ടാവും. നമ്മുടെ പ്രാകൃത കാലഘട്ടം എന്ന് പറയുന്നത് നമ്മൾ സഞ്ചരിച്ച് ഒരു സ്ഥലത്ത് പോയി പിന്നെ സെറ്റ് ചെയ്തതാണ്. അത് പ്രസിദ്ധരായ പല ആളുകളും ഇങ്ങനെ സെറ്റ് ചെയ്തപ്പോൾ ഇന്ന് നമ്മൾ പറയുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന സ്ഥലം, അതായത് ജൂത മിത്തുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇവര് ഒരു വാഗ്ദത്ത ഭൂമിക്ക് വേണ്ടി ഒരു സ്ഥലത്ത് സെറ്റ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് ഒരുപാട് അലഞ്ഞു തിരിഞ്ഞു, അതൊരു ശാപം പോലെ അലഞ്ഞു തിരിഞ്ഞ് അവസാനം വന്നതാണ്. പക്ഷെ ആലോചിച്ച് നോക്കിയാൽ ഈ ഹെർബർട്ട് റീഡ് പറയുന്നുണ്ട്, ഇങ്ങനെ സഞ്ചരിച്ചത് കൊണ്ടാണ് ഇസ്രായേൽസിന് ഇപ്പോ ഒരുപാട് മഹത്തരമായ കലയും സംസ്കാരവും ഉണ്ടായിരുന്നു. അതിന് അദ്ദേഹം ഉദാഹരണമായിട്ട് പറയുന്ന ഒരു ഉദാഹരണം ഈ പ്രസിദ്ധ ചിത്രകാരനായ പിക്കാസോവിനെയും വേറൊരു ചിത്രകാരനായ ഷഗാൾ എന്ന് പറയുന്ന ചിത്രകാരനെയും അദ്ദേഹം കമ്പയർ ചെയ്തു. അദ്ദേഹം പറയുന്നു, പിക്കാസോ എന്ന് പറയുന്ന ചിത്രകാരൻ നഗരത്തിൽ ഒരിടത്ത് ഇരുന്ന് വരച്ച ആളാണ്. നാഗരികതയിൽ അവിടെ ഇരിക്കുന്നു അയാൾ വേറെ ഒന്നും കാണില്ല. അയാള് എന്നിട്ട് ക്യൂബിസം ഉണ്ടാക്കുന്നു. അയാളുടെ ചിത്രം എന്ന് പറയുന്നത് നാഗരികതയിൽ നിന്ന് വരുന്ന ആളുകൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. ഒരു നാട്ടുമ്പുറത്തെ സ്ത്രീക്ക് ക്യൂബിസം എന്താണെന്ന് അറിയില്ല. കേരളത്തിലെയോ അല്ലെങ്കിൽ ഒരു റിമോട്ട് ഏരിയയിൽ നിന്ന് വരുന്ന ഒരാൾക്ക് ക്യൂബിസത്തിലുള്ള ഒരു പെയിന്റിംഗ് കൊണ്ടുപോയി കാണിച്ചു കഴിഞ്ഞാൽ ഇന്റലക്ച്വൽസിന്റെ ഒരു ലോകമാണ്. ഈ ഇന്റലക്ച്വൽസിന്റെ ലോകത്ത് അവരുടേതായ ഒരു ഭാഷ ഈ നാഗരികതയിൽ ഇരുന്നുകൊണ്ട് പിക്കാസോ ഉണ്ടായി. അതേസമയത്ത് ഷഗാൾ എന്ന് പറഞ്ഞ ചിത്രകാരൻ ചെയ്തെന്താ, തനി ഗ്രാമീണമായ ഒരു അന്തരീക്ഷത്തിൽ മതപരമായ ബിംബങ്ങൾ, നമുക്ക് ഏറ്റവും സുപരിചിതമായ മതപരമായ ബിംബങ്ങൾ എടുത്ത്, അതായത് ഗ്രാമം എന്ന് പറയുന്ന അത്തരത്തിലുള്ള വിശുദ്ധിയുടെയും അസംസ്കൃതമായ ഒരു മനസ്സിന്റെയും ലോകമാണ്. അവിടെ നിന്ന് ബിംബങ്ങൾ ഉണ്ടാക്കി ചിത്രങ്ങൾ പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ആ ചിത്രത്തിലെ ലോകം എന്തുകൊണ്ടാണ് ഈ നാഗരികർ എപ്പോഴും ചലിക്കുന്നവരാണ്. ഗ്രാമീണര് ചലിക്കുന്നവരാണ്. നമ്മൾ 10 കിലോമീറ്റർ നടക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമീണൻ നടക്കും. പക്ഷേ നാഗരികന് അത് പറ്റില്ല. അവൻ 1 കിലോമീറ്റർ നടക്കുമ്പോൾ തന്നെ അവന് ഏതെങ്കിലും രീതിയിൽ എനിക്ക് അതിനെ എളുപ്പ വഴി നോക്കും. ഇപ്പൊ നമ്മൾ നാട്ടുപുറത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം, ഇന്ന സ്ഥലത്ത് എത്തിച്ചേരാൻ എത്ര നടക്കണം, ഒരു 10-100 അടി നടന്നാൽ മതി. നമുക്കറിയാം അയാൾ നടന്നു കഴിഞ്ഞാൽ അറിയാം 100 അടിയല്ല, പിന്നെയും 1 കിലോമീറ്റർ ഉണ്ടാവും. കാരണം അവരുടെ ദേശസങ്കല്പം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. പക്ഷെ അവരത്രയും നടന്ന് ശീലിച്ചിരിക്കുക, വലിയ സ്ഥലം അത്രയും ഒരുപാട് നടന്ന് ശീലിച്ച. എന്നാൽ നഗരം എന്ന് പറയുന്നത് ചെറിയ സ്ഥലം അത്രയും നമുക്ക് ഒരുപാടാണെന്ന് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇത് രണ്ടും തമ്മിലുള്ള കോൺട്രാസ്റ്റ് കലാകാരന്മാരുടെ സൃഷ്ടികൾ കാണാം. ഇത് അരവിന്ദന്റെ ചിത്രം ലോകം എടുത്തു കഴിഞ്ഞാൽ ഒരു രീതിയിലും വ്യവസ്ഥാപിതമായ ഒരു നഗരത്തിന്റെ ഒരു ചട്ടക്കൂട്ടിനകത്ത് നിൽക്കുന്നതല്ല. നഗരം എന്ന് പറഞ്ഞൊരു ഫോർമുല വെച്ചിട്ട്, ഒരു സൂത്രവാക്യം വെച്ചിട്ട് അങ്ങനെ സിനിമ എടുക്കുന്ന ആളുകളുണ്ട്. മിക്കവാറും ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോയി പഠിച്ചിട്ടുള്ള നല്ല കലാകാരന്മാരെടുത്താൽ പോലും നമുക്ക് കാണാം അവര് നാഗരികതയുടെ ബിംബങ്ങളും നാഗരികതയുടെ ലാംഗ്വേജ്, ഇന്റലക്ച്വൽ ലാംഗ്വേജ് കൂടുതൽ ഉണ്ടാക്കുക. അവരുടെ ചിത്രങ്ങൾക്കെല്ലാം അളന്നു മുറിച്ച് കൃത്യമായി ഒരു ആശാരി മേശ ഉണ്ടാക്കുന്ന പോലെ കൃത്യമായ ഒരു ഷേപ്പ് ഉണ്ടാവും. പക്ഷെ അരവിന്ദന്റെ ചിത്രങ്ങൾക്ക് അങ്ങനെ ഒരു ഷേപ്പ് ഇല്ല. നാഗരികതന്റെ ഗ്രാമീണന്റെ അലംഭാവങ്ങളും അവന്റെ ഉദാസീനതകളും അവന്റെ കുതിപ്പുകളും അവന്റെ വേഗവും എല്ലാം കാണാം. ഈ വ്യത്യാസം അരവിന്ദന്റെ ചിത്രത്തിൽ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ, ഈ തമ്പിനകത്തായാലും കാഞ്ചനസീതയിലായാലും ഒരിടത്തിലായാലും ഇതിലെല്ലാം തന്നെ അവ്യവസ്ഥിതമായ ഒരു ഗ്രാമീണ ലോകം കാണാം. വ്യവസ്ഥാപിതമായ ഒരു നാഗരിക ലോകമല്ല. മറിച്ച് ശ്രദ്ധിച്ചു നോക്കിയാൽ അടൂർ ഗോപാലകൃഷ്ണൻ സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ ഇത് പറയുന്ന അടൂരിനെ ചെറുതാക്കാനോ അരവിന്ദനെ വലുതാക്കാനോ അല്ല, അങ്ങനെ ഒരു വിവാദത്തിനല്ല. മറിച്ച് കലാകാരന്മാരെ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി അടൂരിന്റെ സിനിമ എടുത്തു കഴിഞ്ഞാൽ സിനിമക്കകത്തെല്ലാം കൃത്യമായ ഒരു ഷേപ്പ് കാണാം, കൃത്യമായ ബിംബങ്ങൾ കാണാം. അളന്ന് മുറിച്ച് തൂക്കി ഇടുന്നു അടൂർ. പക്ഷെ അരവിന്ദൻ പറയും, ഞാനിങ്ങനെ ചിലപ്പോൾ സെറ്റിൽ വെച്ച് തന്നെ ഈ എന്റെ കൊടും കയ്യിൽ ചെരിഞ്ഞിരുന്ന് ഞാൻ ചില ഒരു ഷോട്ടുകളൊക്കെ ഉണ്ടാക്കാം, അവിടെ വെച്ച് കണ്ട ചില. അടൂര് പറയും, ഞാൻ അങ്ങനെയല്ല, ഞാൻ സെറ്റിൽ വെച്ചിട്ട് ഒരിക്കലും എന്റെ സ്ക്രിപ്റ്റിനെ ഞാൻ മാറ്റിയില്ല. ഞാൻ ഉണ്ടാക്കിയതിനെ അതുപോലെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റിന് വേണ്ടി അന്വേഷിച്ച് നടന്ന്, നമുക്കറിയാം സിനിമയുമായി ബന്ധപ്പെട്ടുള്ള ഒരാൾ ആണെന്നെങ്കിൽ നമുക്കറിയാം ഒരിക്കലും നിങ്ങൾ ഉദ്ദേശിച്ച ഒന്നും നിങ്ങൾക്ക് ലോകത്തു നിന്ന് കിട്ടാൻ സാധ്യമല്ല. അത് ഞാൻ എന്റെ അനുഭവത്തിൽ മനസ്സിലാക്കിയിട്ടില്ല. സിനിമയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ സാഹിത്യത്തിൽ നമുക്ക് എഴുതാം ചുവന്ന പ്രഭാതം എന്ന് എഴുതാം, ചുവന്ന സന്ധ്യ എന്ന് എഴുതാം. പക്ഷെ സിനിമക്കകത്ത് ചുവന്ന സന്ധ്യ എന്നുള്ളത് നിങ്ങൾക്ക് പ്രയാസമാണ് ഉണ്ടാക്കാൻ. എവിടെ പോയാണ് നിങ്ങൾ ഈ ചുവന്ന സന്ധ്യ എടുക്കുക? ഇന്ന് ഈ 28-ാം തീയതി വൈകുന്നേരം ഖത്തർ കടൽ തീരത്ത് ഉണ്ടായ സന്ധ്യ എന്ന് പറയുന്നത് ഇന്ന് മാത്രമുള്ള ഒരു സന്ധ്യയാണ്. അത് ഞാൻ മുൻപ്
കണ്ടിട്ടുള്ളതോ ഇനി കാണാൻ പോകുന്നതായ സന്ധ്യയല്ല. അതാണ് പ്രകൃതി. ഇങ്ങനെയുള്ള പ്രകൃതിയാണ് ഞാൻ പകർന്നത്. അപ്പോൾ ഞാൻ എഴുതി വെച്ചത് തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് എന്ന് പറയുന്നതിനകത്ത് ചലച്ചിത്ര സാങ്കേതികമായ ഒരു അബദ്ധമുണ്ട്. മിക്കവാറും നമ്മുടെ ഹൈലി ടെക്നിക്കലായിട്ട് അറിയുന്ന എല്ലാ ആളുകളും പറയുന്ന ഒരു കാര്യം, ഞാൻ ഉദ്ദേശിച്ച അതുപോലെ എടുത്തു, അതുപോലെ എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അത് സിനിമയുടെ സങ്കേതവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം. അത് പ്രസിദ്ധനായ ഒരു ക്രിട്ടിക്, അതായത് വാൾട്ടർ ബെന്യാമിൻ എന്ന് പറയുന്ന ഒരു ക്രിട്ടിക്, അദ്ദേഹം നമ്മുടെ ഈ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ അനലൈസ് ചെയ്തുകൊണ്ട് അദ്ദേഹം ഒരു പ്രബന്ധം എഴുതിയിട്ടുണ്ട്. എനിക്ക് അരവിന്ദനെ കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം ആ പ്രബന്ധം ഓർമ്മ വരാറ്. അതായത് അദ്ദേഹം പറയുന്നത്, ഈ ചലച്ചിത്രത്തിനകത്ത് ഒരു മെക്കാനിക്കൽ യാഥാർത്ഥ്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കാണുന്ന ജീവിത യാഥാർത്ഥ്യവും യന്ത്രത്തിനകത്ത് യാഥാർത്ഥ്യം രണ്ടാണ്. അത് അരവിന്ദൻ ഒരിക്കലും ഇതേ പ്രശ്നം തന്നെ പറഞ്ഞിട്ടുണ്ട്. അരവിന്ദൻ പറഞ്ഞത്, ഞാനിങ്ങനെ ഈ സന്ധ്യ ക്യാമറയിൽ എടുത്തുകൊണ്ടുവന്നിട്ട് അനലൈസറിൽ ഇട്ടിട്ട് കാണുമ്പോൾ എനിക്ക് ഞാൻ ഉദ്ദേശിച്ചതല്ല അതിനകത്ത് കാണുന്നത്. അപ്പൊ എനിക്ക് വല്ലാതെ ദുഃഖം ഉണ്ടാകുന്നു. ഇതൊരു ഫിലോസഫറുടെ പ്രശ്നമാണ്. നേരത്തെ പറഞ്ഞ പോലെ ഈ ലോകത്തെ എന്റെ ക്യാമറയിലൂടെ ഞാൻ വിചാരിച്ച മാതിരി എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നത്. ഞാൻ എന്താ ചെയ്യേണ്ടത്? അതുകൊണ്ട് ഞാൻ എന്റെ രീതിയിൽ വേറൊന്നാക്കി മാറ്റാൻ ശ്രമിക്കുന്നു. ഒരുപക്ഷെ ജോണിനെ പോലെയുള്ള ഒരു കലാകാരൻ അമ്മ അറിയാനുള്ള സിനിമ എടുത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ്. 70കളിലെ ഒരു സാമൂഹിക യാഥാർത്ഥ്യത്തെ അവതരിപ്പിക്കാൻ ജോൺ പറഞ്ഞത്, അത് അങ്ങനെ ആ ഇരുണ്ട ഒരു ലോകത്തെ എനിക്ക് കളറിൽ എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുക്കുന്നു പറയും. ഇതുപോലുള്ള ഒരു യാഥാർത്ഥ്യമാണ് അരവിന്ദൻ പറഞ്ഞത്. പക്ഷേ ജോണിനേക്കാൾ ഏറെ ഫിലോസഫിക്കലാണ് അരവിന്ദൻ. അതുകൊണ്ട് ജോണിനെ പോലെ അങ്ങനെ സംസാരിക്കില്ല അരവിന്ദൻ. അതുകൊണ്ട് അരവിന്ദൻ എന്ത് ചെയ്യുന്നു, ഇത് വന്നിട്ട് പരമാവധി ഞാൻ ഇനിയും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. എന്റെ ഓരോ സിനിമയിലും ഞാൻ ഈ മൗനത്തെ കൊണ്ട് നിങ്ങളോട് സംസാരിപ്പിക്കാൻ ശ്രമിക്കും. നിങ്ങൾ എത്ര തന്നെ കൂടുതൽ സംസാരിച്ചാലും സംസാരമില്ലാതെ നിങ്ങൾക്കത് മനസ്സിലാകുമെന്ന് ഞാൻ നോക്കട്ടെ, ഓരോ തവണയും ഞാൻ നോക്കട്ടെ എന്ന് ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അപ്പൊ വാൾട്ടർ ബെന്യാമിൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മെക്കാനിക്കൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വേറൊന്നാണ്. എന്നെ യഥാർത്ഥത്തിൽ കാണുന്ന എന്നെയല്ല നിങ്ങൾ ഒരു ഫോട്ടോഗ്രാഫിൽ കാണുന്നത്, വേറൊന്ന് തന്നെയാണ്. കളറിന് വ്യത്യാസമുണ്ട്. അതെങ്ങനെയാണ് ഞാനാണെന്ന് പറയുക? മൗലികരായ കലാകാരന്മാരെല്ലാം ചില ആളുകളെ വരച്ചിട്ട് അതുപോലെ ആയില്ലെന്ന് പറഞ്ഞിട്ട് ആ കലാകാരൻ പറയും, അത് ഞാൻ കണ്ടത് രീതിയിൽ വരച്ചു. അതുപോലെ യന്ത്രവും, പിക്കാസോവിനെ കുറിച്ച് അങ്ങനെ ഒരു ഇതുണ്ട്. പിക്കാസോ ഈ റഷ്യയിലെ സ്റ്റാലിൻ്റെയോ മറ്റു ചിത്രം വരച്ചപ്പോ അവിടുത്തെ പ്ലാനിങ് കമ്മിറ്റി വരച്ചപ്പോ കൊണ്ടുവന്ന് കാണിച്ചപ്പോ പിക്കാസോ ആളുകൾ പറഞ്ഞു, ഇത് സ്റ്റാലിനെ പോലെ ഇല്ലല്ലോ, എന്താണ്? പിക്കാസോ പറഞ്ഞു, ഞാൻ ഇങ്ങനെയാണ് കാണുന്നത്, എനിക്ക് ഇങ്ങനെ കാണാൻ പറ്റും, ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുന്നതാണ് എന്ന് പറഞ്ഞതുപോലെ യന്ത്രത്തിന്റെ ഒരു ഭാഷയിലൂടെ കാണുന്നു. യഥാർത്ഥ ജീവിതത്തിൽ നമ്മൾ പകർത്തിയെടുത്ത ഒന്ന് യന്ത്രം നമുക്ക് വേറൊരു രീതിയിൽ തരുന്നു. അതിന് പരിമിതികളുണ്ട്. യന്ത്രത്തിലെ റിയാലിറ്റി എന്ന് പറയുന്നത് വേറൊന്നാണ്. ഈ റിയാലിറ്റിയെ പറ്റി അറിയാവുന്നത് കൊണ്ട് അരവിന്ദൻ എപ്പോഴും മനുഷ്യനെ, നടനെ പലപ്പോഴും ഒരു ഓബ്ജക്റ്റ് ആയിട്ട് കണ്ടിട്ടില്ല. അരവിന്ദൻ അത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നടന്മാരെ മറ്റു കലാകാരന്മാരെ, ഇപ്പോ അടൂര് പറഞ്ഞ, ഞാൻ നടനെ ടൂളായിട്ട് ഉപയോഗിക്കുന്നതാണ്. ടൂൾ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു മേശ ഉപയോഗിക്കുന്ന പോലെ ഒരു ഓബ്ജക്റ്റ്. പക്ഷെ അരവിന്ദൻ അങ്ങനെ ഓബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നില്ല. അരവിന്ദൻ ആ ഒരു ഹ്യൂമൻ ബീങ് എന്ന നിലയിൽ ട്രീറ്റ് ചെയ്യുന്നത്. കാരണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അസ്തമയം പോലെ അല്ലെങ്കിൽ പ്രകൃതിയിലെ അചലമായ ഒരു വസ്തുവിനെ പോലെ, ചലിക്കാത്തൊരു വസ്തുവിനെ പോലെ അല്ല അരവിന്ദൻ ഈ മനുഷ്യനെ കാണുന്നത്. നേരെ മറിച്ച് എഡിറ്റ് ചെയ്യുന്ന ഒരാളെ പോലെ, ക്യാമറയെ പോലെ തന്നെയാണ് അടൂരിനെ പോലെയുള്ള ഒരു കലാകാരൻ മറ്റ് നടന്മാരെയും കാണുന്നത്. അതുകൊണ്ട് അടൂർ എന്ന് പറയുന്ന കലാകാരൻ നടനെ റെസ്പെക്ട് ചെയ്യുന്നില്ല. അത് അദ്ദേഹത്തിന്റെ രീതിയാണ്. അദ്ദേഹം ചെറുതാക്കാൻ പറയുന്നതല്ല, അദ്ദേഹത്തിന്റെ ഒരു രീതിയാണ്, മെത്തേഡാണ്. ലോകത്തിൽ പല കലാകാരന്മാരും അങ്ങനെയാണ്. നടനൊന്നുമല്ല, ഞാൻ പറഞ്ഞതുപോലെ അയാൾ ചെയ്യിപ്പിക്കുന്നു. പക്ഷേ അരവിന്ദനെ പോലുള്ള ഒരു കലാകാരൻ പറയുന്നത്, ഞാൻ പറഞ്ഞതുപോലെ അയാൾ ചെയ്യണമെങ്കിൽ ശരി, അയാൾ ചെയ്യുന്നു. പക്ഷേ അതിനകത്ത് അയാളുടേതായ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്, അയാളുടേതായ ഒരു ശൈലിയുണ്ട്. സ്റ്റൈൽ ഈസ് ദി മാൻ എന്നൊക്കെ പറയുന്ന പോലെ അയാളുടേതായ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. അത് എല്ലാ ക്യാമറയും ഒരു എക്വിപ്മെന്റ് നിലയിൽ ഒന്ന് തന്നെ തരുന്നു. അത് ഉപയോഗിക്കുന്ന ആളിന്റെ കഴിവ് പോലെ എന്ന് പറയുന്ന പോലെ ഇവിടെ ക്യാമറ അല്ല ഇയാൾ, ക്യാമറ ഒരു ഓബ്ജക്റ്റ് മാത്രമാണ്. അപ്പോ നാഗരികതയില് ഒരു മുതലാളിത്ത സമൂഹത്തിനകത്ത് കഴിയുന്ന മിക്കവാറും എല്ലാ നഗരങ്ങൾക്കകത്ത് അങ്ങനെയുള്ള ഒരു വ്യവസ്ഥയുണ്ട്. അതിൽ നിന്ന് വന്ന ഒരു ഇന്റലക്ച്വലിന്, പിക്കാസോയെ പോലുള്ള കലാകാരന്, അല്ലെങ്കിൽ വളരെ കൃത്യമായി ലോകത്തെ അളന്ന് മുറിച്ച് ഒരു ഫോർമുലക്കകത്ത് വെക്കുന്ന ഒരു കലാകാരൻ, സൂത്രവാക്യത്തിനകത്ത് വെക്കുന്ന ഒരു കലാകാരന് അങ്ങനെയും പറയാൻ പറ്റും. പക്ഷെ അരവിന്ദൻ അങ്ങനെ പറയുകയില്ല. അവ്യവസ്ഥിതമായ
വളരെ അസംസ്കൃതമായ ശുദ്ധമായ ഒരു ലോകത്തിലേക്ക് മടങ്ങിപ്പോകാൻ നിങ്ങളെല്ലാം സംസാരിക്കുമ്പോൾ ഞാൻ ശുദ്ധമായ മൗനത്തിന്റെ ലോകത്തിലേക്ക് പോകുന്നു. അവിടെ നല്ല സ്നേഹമുണ്ട്. അവിടെ ഞാൻ മടങ്ങിപ്പോകും. അവിടത്തേക്ക് തന്നെ ഞാൻ പോകും. എന്റെ കലയിലൂടെ ഞാൻ പോകും. ഈ ലോകത്ത് എനിക്കിത് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ എന്റെ കലയിൽ അങ്ങനെ ഒരു ലോകം ഉണ്ടാക്കിയിട്ട് അങ്ങനെയുള്ള ഒരു ഡിഫൻസ് മെക്കാനിസം ഉണ്ടാക്കിയിട്ട് ഞാൻ അതിലേക്ക് മടങ്ങിപ്പോകും. അതുകൊണ്ട് ഞാൻ മിണ്ടുന്നില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. എനിക്ക് മിണ്ടാൻ കഴിയുന്നില്ല, ഞാൻ മിണ്ടുന്നില്ല. മിണ്ടാതിരിക്കുക എന്നുള്ളത് എന്റെ ധാരാളമാണെങ്കിൽ പോലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പോലും എന്റെ യാഥാർത്ഥ്യമാണ് എന്ന് സിനിമയിലൂടെ നമ്മളോട് പറഞ്ഞ ഒരാളാണ് ഈ കലാകാരൻ. അപ്പോ മൗനത്തെ സംഗീതത്തോളം ഉയർത്തുകയും മൗനത്തെ കൊണ്ട് മൗനം എന്ന് പറയുന്നത് അത്രയേറെ ബഹുലമായി സംസാരിപ്പിക്കുകയും ചെയ്ത ഒരു വലിയ കലാകാരൻ. അതിൽ അദ്ദേഹം വിജയിച്ചു എന്നുള്ളതിനെ കുറിച്ച് നമ്മളിവിടെ അത് വിജയിച്ചു എന്നുള്ളത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ടത് പോക്കുയിൽ എന്ന സിനിമ എടുത്ത് അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല. പോക്കുയിൽ എന്ന സിനിമ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ലോക സിനിമയിൽ തന്നെ ഏറ്റവും അധികം മാനസിക യാതന അനുഭവിച്ചിട്ടുള്ള ഒരു ചിത്രമായിരിക്കും പോക്കുയിൽ. അത് വിജയിച്ചോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. പരാജയമായിരിക്കാം, പക്ഷെ അത്രത്തോളം ആ സിനിമയെ കൊണ്ടുവരാൻ സംഗീതത്തെയും ഈ ബാലുവിന്റെ മനസ്സിനെയും തമ്മിൽ അമൂർത്തമായ സംഗീതത്തെയും മൂർത്തനമായ ഒരു വ്യക്തിയുടെ ഉള്ളിലെ ചില പ്രശ്നങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ചിട്ട് ചില ഇമാജിനുകൾ ഉണ്ടാക്കിയിട്ട് സംഗീതവും ദൃശ്യബിംബവും തമ്മിൽ കൂട്ടിച്ചേർത്തിട്ട് അത്രത്തോളം എത്തിക്കാൻ ഒരുപക്ഷെ ഇന്ത്യയിൽ ജനിച്ചു വളർന്ന, കേരളത്തിൽ ജനിച്ചു വളർന്ന ഈ കലാകാരന് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിന്റെ അർത്ഥം ആ ചിത്രം സമ്പൂർണമായ വിജയമാണ് എന്നല്ല, അരവിന്ദൻ പരമാവധി ഒരു പരീക്ഷണ ചിത്രം എന്ന നിലയിൽ അതിനെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് തന്നെ മഹത്തായ വലിയൊരു കാര്യമാണ്. മൗനത്തെ സംഗീതത്തിലേക്ക് വളർത്തുക, തന്റെ എല്ലാ പ്രശ്നങ്ങളെയും ഈ മൗനത്തിൽ നിന്ന് സംഗീതമായി വ്യാഖ്യാനിച്ചിട്ട് ഒന്ന് തർജ്ജമ ചെയ്തിട്ട് നമുക്ക് തരിക. അങ്ങനെ തർജ്ജമ ചെയ്ത് തരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകുമോ എന്നുള്ള പ്രശ്നം അരവിന്ദൻ എപ്പോഴും ഉണ്ടായിരുന്നു. ആളുകൾ എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയുമ്പോൾ അരവിന്ദന് ഈ പ്രശ്നം ഉണ്ടായിരുന്നു. നിങ്ങളെല്ലാം സംസാരിക്കുന്ന ലോകത്തിൽ ഞാനിത് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് മനസ്സിലാവില്ല, ഞാൻ എന്താ ചെയ്യുക, എനിക്ക് ഇങ്ങനെ പറ്റുന്നുള്ളൂ. അങ്ങനൊരു ഫിലോസഫറുടെ, ഗുരുജിയുടെ അല്ലെങ്കിൽ രാമുവിന്റെ വൈരുദ്ധ്യവുമായി നടന്ന് നമ്മളോടൊപ്പം ജീവിച്ച ആ കലാകാരന് ഉള്ള എല്ലാ ഓർമ്മകളും ഓർമ്മിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ പുരസ്കാരങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ അവസാന ചിത്രമായ വാസ്തുഹാരയുടെ വർക്കിൽ സജീവമായി പങ്കെടുത്ത ഒരു കലാകാരൻ ഇന്ന് നമ്മളോടൊപ്പം ഉണ്ട്, ശ്രീ അഷ്റഫ്. അദ്ദേഹത്തിന് തീർച്ചയായും ഈ അനുസ്മരണ യോഗത്തിൽ അദ്ദേഹത്തിന്റെ വികാരം പ്രകടിപ്പിക്കാനുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ മിക്കവാറും എല്ലാ സിനിമയെ കുറിച്ചും ഇവിടെ പരാമർശിച്ചു. എനിക്ക് സംസാരിക്കാൻ അറിയില്ല. എന്നിരുന്നാലും ഞാനും അദ്ദേഹവുമായി ഏകദേശം ഒരു മാസത്തോളം നിരന്തരമായി ബന്ധപ്പെട്ടു. ആദ്യമായി എറണാകുളം വെച്ച് അവിടുത്തെ ഒരു ഫിലിം സൊസൈറ്റി സംഘടിപ്പിച്ച 21 ദിവസത്തെ ക്ലാസ്, അതായത് ഫിലിം ക്രിറ്റിക്സ്, ലോക ക്ലാസിക്കൽ സിനിമയുടെ വിമർശനവും അതുപോലെ അദ്ദേഹത്തിൻ്റെയും അടൂറിൻ്റെയും സിനിമയുടെ വിമർശനവും ഇതായിരുന്നു വിഷയം. എനിക്ക് അതിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചു. 21 ദിവസം എനിക്ക് അപ്പോഴും ഒരു സ്വപ്നം പോലെ തോന്നിയിരുന്നു. കാരണം ഈ മഹാരഥന്മാരുടെ ഇടയിൽ ഞാൻ ആരുമല്ലായിരുന്നു. എനിക്കപ്പോൾ തോന്നിയ വികാരം പടർന്നു പന്തലിച്ച ഒരാൽമരവും അതിലെ വെറും ഒരു ശിഖിരം, ചെറിയ ഒരു ശിഖിരം മാത്രമാണ് ഞാനും അദ്ദേഹവും 21 ദിവസം എറണാകുളത്ത് വെച്ച് ബന്ധപ്പെട്ടെങ്കിലും
അദ്ദേഹം ആ 21 ദിവസം വരെ ഞങ്ങളോട് സംസാരിച്ച വാക്കുകളുടെ എണ്ണം പറയുകയാണെങ്കിൽ എനിക്ക് വ്യക്തമായി പറയാൻ പറ്റും. ഇത്ര വാക്കുകൾ അദ്ദേഹം ഞങ്ങളോട് സംസാരിച്ചിരുന്നു. അതിവിടെ പറയുകയുണ്ടായി. എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ മിക്കവാറും എല്ലാ സിനിമകളും അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി വളരെയധികം ബന്ധമാണ്. അതെ, വാചാലമായ മൗനം അതായിരുന്നു അദ്ദേഹത്തിൻ്റെ തിയറി. എത്ര കുറച്ച് സംസാരിക്കുന്നുവോ അതാണ് ഏറ്റവും നല്ലത് എന്ന് കരുതിയ ആളായിരുന്നു അദ്ദേഹം. എനിക്ക് ഓർമ്മയുണ്ട്, രാത്രികളിൽ അദ്ദേഹം വെറുതെ റൂമിലുള്ള ആളുകളെ എങ്ങനെയെങ്കിലും പുറത്ത് ചാടിച്ച് ഒറ്റയ്ക്ക് ഇരുന്ന് കുറേ നേരം ആലോചിക്കുക. അദ്ദേഹം തന്നെ പറയാറുണ്ടായിരുന്നു, എൻ്റെ കുടുംബ അംഗങ്ങളോട് സംസാരിക്കുക അല്ലെങ്കിൽ സംസാരിച്ച വാക്കുകളുടെ എണ്ണം എല്ലാം പരിമിതമാണ്. പിന്നെ അദ്ദേഹം ഒരു TV ഡോക്യുമെന്ററി ഫിലിം എടുക്കുകയുണ്ടായി. ഈ വസ്തുഹാരയുടെ മുമ്പ് അതിൻ്റെ വർക്ക് ഇറങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതിൽ ഒരു ചെറിയ റോൾ അവതരിപ്പിക്കാൻ എന്നെ ക്ഷണിക്കുകയുണ്ടായി അദ്ദേഹം. അതിനുവേണ്ടി ഞാൻ മദ്രാസിൽ ഒരു വീട്ടിലാണ് സെറ്റ് ചെയ്തത്. പോയപ്പോൾ സെലക്ഷൻ നടത്തിയിട്ട് എന്നോട് പറഞ്ഞു, പുരുഷനാണെന്ന് തോന്നിക്കുന്ന മിക്കവാറും എല്ലാ ഭാഗങ്ങളും എടുത്തു കളയേണ്ടി വരും. ഞാൻ പറഞ്ഞു, റെഡിയാണ്. എനിക്ക് ആവേശമായിരുന്നു അത്രയ്ക്ക്. പക്ഷേ നേരത്തെ വസ്തുഹാര പ്ലാൻ ചെയ്തിരുന്നു. പിന്നെ ലാലിൻ്റെ ഡേറ്റിന് വേണ്ടി അത് മാറ്റുകയാണ് ഉണ്ടായത്. പിന്നീട് ഈ TV ഡോക്യുമെന്ററി ഫിലിം നിർത്തിവെക്കുകയും വീണ്ടും വസ്തുഹാര ചെയ്യുകയാണ് ഉണ്ടായത്. വീണ്ടും എനിക്ക് അദ്ദേഹത്തിന് എഴുത്തു വന്നു, ഇങ്ങനെ ആ ഡോക്യുമെന്ററി ഫിലിം നിർത്തിവെച്ചിട്ടുണ്ട്, നേരത്തെ പ്ലാൻ ചെയ്ത പടത്തിൻ്റെ വർക്ക് ആരംഭിക്കുന്നുണ്ട്. ഞാൻ എഴുതി, അങ്ങയുടെ ഏതെങ്കിലും വിധത്തിലൊരു സഹായിയായിട്ട് എന്നെ പരിഗണിക്കണമെന്നുള്ളത് വീണ്ടും എടുത്തു വന്നു. അങ്ങനെയാണെങ്കിൽ വരാം. അപ്പോഴാണ് നിർഭാഗ്യവശാൽ എൻ്റെ വിസ വന്നത്. ഒരു തരത്തിലും പങ്കെടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്നപ്പോൾ എനിക്ക് അത് നിരസിക്കേണ്ടി വന്നു. ഞാൻ ഇങ്ങോട്ടേക്ക് വരേണ്ടി വന്നു. കാഞ്ചന സീത മുതൽ ഇങ്ങോട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഈ മൗനം വാചാലം എന്നുള്ള തിയറി കൂടുതൽ സ്പഷ്ടമായത് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള മറ്റൊന്ന്, ഇനി ഒത്തിരി വർഷങ്ങളോളം അദ്ദേഹത്തോടൊപ്പം ബന്ധപ്പെട്ടാൽ പോലും അദ്ദേഹത്തെക്കുറിച്ച് ഒരു വ്യക്തമായ ഒരു കാര്യം പറയാൻ നമുക്കാർക്കും സാധ്യമല്ല എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ജീവിതത്തെക്കുറിച്ചോ മറ്റുള്ളവർ അറിയുന്നത് അദ്ദേഹത്തിന് തീരെ ഇഷ്ടമല്ല. പിന്നെ അത്തരം കാര്യങ്ങൾ സംസാരിക്കലുമില്ല. എൻ്റെ ഓർമ്മയിൽ അദ്ദേഹത്തെ സിനിമാ രംഗത്തേക്ക് കൊണ്ടുവന്നത് MT ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇടക്കാലത്ത് അദ്ദേഹവുമായി ചെറിയ സൗന്ദര്യ പിണക്കങ്ങളുണ്ടായി. എന്നിട്ട് പോലും അദ്ദേഹം MTയുമായി മിക്ക വർക്കിലും സഹകരിച്ചിരുന്നു. MTയുടെ മിക്ക വർക്കിലും അദ്ദേഹം സഹകരിച്ചിട്ടുണ്ട്. ഇത്രയൊക്കെ എനിക്ക് പറയാം. സഹൃദയരായ കലാപ്രേമികളെ, സിനിമാ സ്നേഹികളെ, സാഹിത്യ സ്നേഹികളെ, സർവോപരി മനുഷ്യ സ്നേഹികളെ, നമ്മൾ 1990-91 ഒക്കെ സിനിമയുടെ കാര്യങ്ങളെക്കുറിച്ച് പരിഗണിക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും നല്ലതായിട്ട് കൺസിഡർ ചെയ്യാനുണ്ടെങ്കിലും ദുഃഖങ്ങളാണ് കൂടുതലും.
മഹാന്മാരായ പല വ്യക്തികളും നമ്മളിൽ നിന്ന് കടന്നുപോയി. അതുപോലെ തന്നെ സിനിമയുടെ ശൈലിയിൽ ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് ഒക്കെ സംഭവിച്ചെങ്കിലും അടൂർ ഭാസിയും ബഹദൂറും ശ്രീലതയും ഒക്കെ കാഴ്ചവെച്ച അടുക്കള ഹാസ്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന മലയാള സിനിമ വീണ്ടും ഒരു ഗ്രൂപ്പിന്റെ ഉള്ളിൽപ്പെട്ട് വീണ്ടും ആക്ഷേപഹാസ്യവും വളരെ തരം താണ ഹാസ്യ സിനിമകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടവും അതും സങ്കടത്തിന് പോകാതായിരുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ ഈ സമയത്ത് ഞാൻ ഉറപ്പിയാണ്. അരവിന്ദനെ കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കത്തക്കവണ്ണമുള്ള അറിവ്, വിവരം എന്ന് പറയുന്നത് എനിക്ക് വളരെ കുറവാണ്. അങ്ങനെയുള്ള അരവിന്ദനായിട്ട് സഹകരിച്ച വ്യക്തികൾ രണ്ടുപേരെ അദ്ദേഹത്തെ കുറിച്ച് വളരെ വിശദമായിട്ട് നിങ്ങളോട് വിസ്തരിച്ച് പറഞ്ഞ സ്ഥിതിക്ക് ഇനി ആ വിഷയങ്ങളിലേക്ക് കടക്കണം എന്ന് ഞാൻ ഒട്ടും തന്നെ ആഗ്രഹിക്കുന്നില്ല. സാധാരണ പ്രേക്ഷകന്റെ, സാധാരണക്കാരന്റെ നിലവാരത്തിൽ നിന്നുകൊണ്ട് മാത്രമാണ് ഞാനിത് സംസാരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതും ക്ഷമിക്കണം എന്ന് മുഖവരിയായിട്ട് പറഞ്ഞു കൊണ്ടേ. ദുരൂഹത നിറഞ്ഞ പടങ്ങളും ദുരൂഹത നിറഞ്ഞ സംവിധാന ശൈലിയും ആയിരുന്നു എന്നാണ് സാധാരണക്കാരൻ അരവിന്ദനെ കുറിച്ച് പറയുന്നത്. എന്നാൽ ഇതൊന്ന് ചിന്തിക്കുന്ന ഒരാളിന് ഒരുപാട് നല്ല കാര്യങ്ങൾ, പുതിയ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞ ഒരു പോയിന്റിനോട് ഞാൻ വളരെയധികം യോജിക്കുന്നു. കാലം തെറ്റി വന്ന ഒരു സിനിമ ആയിരുന്നു കാഞ്ചന സീത. അത് കണ്ടിട്ട് വന്ന സാധാരണക്കാരനായ ഒരു മനുഷ്യൻ എന്റെ വീട്ടിൽ വന്ന് എന്നോട് പറഞ്ഞത്, ആ സിനിമയ്ക്ക് വേണ്ടി ഞാൻ മുടക്കിയ പൈസ കൊണ്ട് വേറെ ഒരു സാധനം വാങ്ങിച്ച് കഴിക്കാൻ കിട്ടും, അത് കഴിച്ചിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു പറഞ്ഞു. വളരെ വീട്ടിൽ പണിയുന്ന ഒരാളാണ്. എനിക്ക് സംശയം തോന്നി, ഇത്രമാത്രം മോശമായിട്ടുള്ളൊരു പടം ഇത്രമാത്രം ബുദ്ധിയും ഇത്രമാത്രം പ്രാപ്തിയുള്ള ഒരാൾ ചെയ്യും. ഞാൻ പോയി കണ്ടു, പക്ഷെ എനിക്കും കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല. അതിന്റെ ഉദാഹരണം പറഞ്ഞ എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ പരിഭവിക്കരുത് എന്ന് പറയുകയാണ്. എന്റെ ഫാദർ അകാലത്തിൽ മരണമടഞ്ഞ വ്യക്തിയാണ്. അരവിന്ദന്റെ തന്നെ പ്രായത്തിൽ മരണമടഞ്ഞ ഒരു വ്യക്തിയാണ്. ഒരിക്കൽ ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് ഒരു കയറ്റം കയറി ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടി വന്നപ്പോൾ എൻ്റെ ഫാദർ ഒരു ജംഗ്ഷനിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തോടെ സംസാരിച്ചുകൊണ്ട് അതിനടുത്തൊരു വീഡിയോ ഉണ്ടായിരുന്നു. അവിടുന്ന് ഒരു സോഡ വാങ്ങിച്ചിട്ട് ഞാനത് പൊട്ടിച്ച് കുടിച്ചു. അദ്ദേഹം എന്നെ നോക്കി ചിരിച്ചു. ഞാൻ വീട്ടിൽ പോയി. ഒരാഴ്ച കഴിഞ്ഞ് എൻ്റെ അമ്മ എന്നോട് ചോദിച്ചു, ഈ ജംഗ്ഷനിലൊക്കെ അപ്പൻ നിൽക്കുന്നു എന്നൊരു ബോധമില്ലാണ്ടാണോ അപ്പന്റെ മുഖത്ത് നോക്കി തന്നെ സോഡ പൊട്ടിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ എൻ്റെ ഫാദറിന്റെ മൗനവും ആചാരവുമായിരുന്നു. കാരണം എന്നോടൊന്നും പറഞ്ഞില്ല, എനിക്കത് മനസ്സിലായില്ല. അങ്ങനെയുള്ള ഒരുപാട് എക്സാമ്പിൾ ഈ മനുഷ്യനെ കുറിച്ച് എനിക്ക് എൻ്റെ വ്യക്തിത്വത്തിൽ ഒരുപാട് ടച്ചാകുന്നു. ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാകാതെ ഒരു നോട്ടത്തിലൂടെയും എന്തെങ്കിലും ഒരു ചെറിയ വാക്കിലൂടെയും പറഞ്ഞിരുന്നു. പക്ഷെ അന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. ഇന്ന് അതിനെ പറ്റി ചിന്തിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞതിലൂടെ അരവിന്ദൻ വളരെ നല്ല പടങ്ങൾ നമുക്ക് തന്നു. പലതും സാധാരണ പ്രേക്ഷകർ മനസ്സിലായില്ല. അത് പ്രേക്ഷകന്റെ കുറ്റം തന്നെയാണ്. പക്ഷെ ഇനിയെങ്കിലും അത് പടങ്ങൾ വീണ്ടും കണ്ടിട്ട് അദ്ദേഹത്തിന്റെ ആ സംവിധാന ശൈലിയും അദ്ദേഹത്തിനുള്ള മനുഷ്യനോടുള്ള കാഴ്ചപ്പാടിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. ഒരു മനുഷ്യ സ്നേഹി ആയിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. കാരണം അദ്ദേഹത്തിന്റെ ഒരു പാട്ട് പാടുന്ന ഒരു കാസറ്റ് ഞാൻ വളരെ ഭദ്രമായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. എം.ജി. രാധാകൃഷ്ണന്റെ സംഗീത സംവിധാനത്തിലുള്ള ഓടക്കുഴൽ വിളി ഒഴുകി ഒഴുകി വരുന്നുള്ള പാട്ട് പലരും പാടി കേട്ടിട്ടുണ്ട്. പല സംഗീതം നല്ലതായിട്ട് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരും പാടി കേട്ടിട്ടുണ്ട്. എന്നാൽ അരവിന്ദൻ പാടുന്ന അതിന്റെ രീതി ഒന്ന് പ്രത്യേകതയാണ്. താളപ്പിഴകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായെങ്കിലും അതിലെ ഓരോ വാക്കുകളുടെയും അർത്ഥം ശക്തമായിട്ട് പതിപ്പിക്കുകയും ശക്തി വേണ്ടാത്തടത്തെ വളരെ ലയിച്ച് പാടുകയും ചെയ്യുന്നതായിട്ടൊരു ശൈലിയിലാണ്. ഞാൻ ഇപ്പോൾ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ വരുന്നതിന് മുമ്പ് മോഹൻമോഹനോട് സംസാരിച്ചിരുന്നു. പക്ഷെ ഞാൻ ഒന്നുകൂടെ കണ്ടിട്ടാണ് വരുന്നത്. ഒരു പ്രാവശ്യം കൂടെ ആ പാട്ട് കണ്ടിട്ടാണ്. അത്രമാത്രം വളരെ ആകർഷണീയതയുള്ള ഒരു സീനാണ്. 5 മിനിറ്റുള്ള ആ പാട്ട്. മലയാള സിനിമയിലെ പ്രേക്ഷകന്, സാധാരണ പ്രേക്ഷകൻ വിട പറയും മുമ്പേ സേവ്യറിനെയും ഷേക്സ്പിയർ കൃഷ്ണപിള്ളയും അതുപോലെയുള്ള പല കഥാപാത്രങ്ങളെയും വളരെയധികം സ്നേഹിക്കുകയും അരവിന്ദന്റെ പല കഥാപാത്രങ്ങളെയും ഓർക്കാതെ പോവുകയും ചെയ്തത് ഒരു ഗ്യാപ്പ് സാധാരണക്കാരനും ഇന്റലക്ച്വൽസിനും ഇടയ്ക്ക് ഉള്ളത് കൊണ്ടാണ്. ഇതൊരു ക്രിറ്റിസത്തിനുള്ള വേദി അല്ലാത്തതുകൊണ്ട് ഞാൻ ആ രീതിയിലേക്ക് കടന്നുവെന്ന് നിങ്ങൾ സംശയിക്കരുത്.
എന്നാലും കലാകാരന് മനുഷ്യനോട്, മനുഷ്യ ജീവിതത്തോട്, സാധാരണക്കാരനോട് വളരെയധികം കടപ്പാടുള്ള ഒരു വ്യക്തിയാണ്. സമൂഹത്തിന്റെ പ്രശ്നങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് പ്രകടിപ്പിക്കുവാനും അവരുടെ പ്രശ്നങ്ങളെ ആവാഹിക്കുവാനും വേണ്ടിയിട്ട് ജന്മം ധരിച്ചിട്ടുള്ള ആൾക്കാരാണ് കലാകാരൻ എന്ന് നാം ഉദ്ദേശിക്കുന്നത്. എങ്കിൽ അരവിന്ദൻ സാധാരണക്കാരിലേക്ക് കുറെ കൂടി അടുത്ത് വരേണ്ടിയിരുന്നില്ലേ എന്ന് ഞാൻ സംശയിക്കുന്നു. ഇതൊക്കെ പറഞ്ഞാലും അരവിന്ദന്റെ നിഴൽ പറ്റി ഞാൻ തിരുവനന്തപുരത്തൂടെ പലവട്ടം നടന്നിട്ടുണ്ട്. അരവിന്ദൻ ഒരു കാവി കൊടുക്കും, ഒരു കതർ മുണ്ട് കൊടുത്തിട്ട് തിരുവനന്തപുരം സ്റ്റാച്യൂവിന് മുമ്പിലൂടെ 1-2 പ്രാവശ്യം പോകുമ്പോഴേ ഇതാണ് അരവിന്ദൻ എന്നുള്ള ഇതിൽ ഒരു ധാരണയില്ലാതെ അദ്ദേഹത്തിന്റെ പുറകെ പോയ നിമിഷങ്ങൾ ഞാൻ ഇപ്പോൾ ഓർമ്മിക്കുകയാണ്. എന്തായാലും ഈ 1991 സുധാകരൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ മഹാനായ വളരെ അധികം സംവിധാന ശേഷിയും കഴിവുള്ള പത്മരാജന്റെ മരണത്തിന് ശേഷം വീണ്ടും അനുശോചന യോഗം കൂടുവാൻ, അത് അരവിന്ദന്റെ നാമത്തിൽ കൂടുവാൻ നമുക്കിടയായത് ഒരു വലിയ സങ്കടകരമായ വസ്തുതയാണ്. അദ്ദേഹത്തിന്റെ സ്മരണകളുടെ മുമ്പിൽ എന്റെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. വാക്കുകളിലൂടെ എന്തെങ്കിലും പറയുക എന്നതിലുപരി സൂചിപ്പിച്ച പോലെ വാചാലമായ മൗനത്തിലൂടെ മലയാള സിനിമയെ നാടിന്റെ എല്ലാ തരങ്ങളിലും എത്തിച്ച അന്താരാഷ്ട്ര പ്രശസ്തിയിലേക്ക് ഉയർത്തിയ ശ്രീ അരവിന്ദൻ അദ്ദേഹത്തിന്റെ സിനിമ തന്നെ പോലെ എല്ലാവരിലും ഒരു മൗനം അവശേഷിപ്പിച്ച് കടന്നുപോയി. അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് മുമ്പിൽ ഒരു നിമിഷം എനിക്കും മൗനം അവലംബിക്കാനേ കഴിയുന്നുള്ളൂ. തമ്പ് എന്ന ചിത്രത്തിലൂടെ, ഈ തമ്പ് എന്ന ചിത്രം ചിത്രീകരണം നടന്നത് എൻ്റെ ഗ്രാമത്തിൽ വെച്ചാണ്. ആ സമയത്ത് ഞാൻ 7ാം തരത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയായിരുന്നു. അറിഞ്ഞുകൊണ്ട് ഒരു തവണയും ഞാൻ അറിയാതെ ഒരു തവണയും ആ ചിത്രത്തിൽ എൻ്റെ മുഖം പതിപ്പിച്ചത് അരവിന്ദന്റെ ഈ തമ്പിലാണ്. ഒന്ന് വിദ്യാർത്ഥിയായിട്ട് പുസ്തകത്തോടു കൂടി പോകുന്നൊരു സീന്, പിന്നെ തർക്കത്ത് കൂടാതിനകത്ത് അത് ഞാൻ അറിയാതെടുത്ത ഒരു ക്ലോസ് അപ്പ് സീന്, ഈ 2 ദൃശ്യങ്ങളും അരവിന്ദന്റെ തമ്പിൽ ഉണ്ട്. അങ്ങനെ ഒരിക്കലെങ്കിലും വെള്ളിത്തിരയിൽ എൻ്റെ മുഖം എനിക്ക് ദർശിക്കാൻ കഴിഞ്ഞത് അരവിന്ദനിലൂടെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരിലും ഒരു മൗനം മാത്രം അവശേഷിച്ച് അരവിന്ദൻ കടന്നുപോയ പോലെ എനിക്കുള്ള അനുശോചനം ഞാൻ ഒരു നിമിഷ നേരത്തേക്ക് എൻ്റെ മൗനത്തിൽ വെക്കും. അരവിന്ദനെ കുറിച്ച് ആധികാരികമായി പറയാൻ എനിക്ക് ബാക്ക്ഗ്രൗണ്ടുകളൊന്നുമില്ല. ഒരു ആസ്വാദകൻ എന്നതാണ് എനിക്ക് പറയാം. 70കളിലാണ് അരവിന്ദൻ സിനിമാ ഫീൽഡിലേക്ക് വരുന്നത്. അപ്പോൾ അരവിന്ദന്റെ ഈ മൗനത്തിനും ഈ മന്ദഗതിക്കുമുള്ള ഒരു കാരണം ഞാൻ കണ്ടുപിടിച്ചത്, എനിക്ക് തോന്നുന്നത് 70കളിൽ പൊതുവെ മാധ്യമബോധത്തിലും ഈ സൃഷ്ടികളുടെ എന്താ പറയാ സൃഷ്ടികൾ തെരഞ്ഞെടുക്കുന്നതിലും പൊതുവെ ശോഷണമായിരുന്നു 70കളിലൊക്കെ. അപ്പൊ അങ്ങനെ വരുന്ന കാലത്ത് ഒരു കൂട്ടം ആൾക്കാർ അതിൽ നിന്നും വിഭിന്നമായിട്ട് ഒരു പക്വതയാർന്ന പ്രമേയങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടായി. ആ കാലയളവിലാണ് അരവിന്ദനും 70, 74, 76 സിനിമയിലേക്ക് ഇറങ്ങുന്നത്. അപ്പോ ഈ പ്രമേയം വ്യത്യാസപ്പെടുത്തി, അത് ശരിയാണ്, എന്നുവെച്ചാൽ സാമൂഹികമായിട്ടും സാംസ്കാരികമായിട്ടും രാഷ്ട്രീയമായിട്ടുമുള്ള പ്രമേയങ്ങൾ വന്നുകൊണ്ടിരുന്നു. പക്ഷെ അവ സർഗാത്മകമായി ആവിഷ്കരിക്കാൻ ഒരു തനതായൊരു ശൈലി കണ്ടുപിടിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. അതിനുവേണ്ടി ബുദ്ധിമുട്ടി. കാരണം ആദ്യം സ്ഥൂലമായ പഴയ ആ ശൈലിയിൽ നിന്നും വിഭിന്നമായ ഒരു ശൈലിയിലേക്ക് എടുത്തു വരണമെന്ന് ഈ ഇവർക്ക് ഉണ്ടായിരുന്നു, പുരോഗമനവാദികൾക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ വരുമ്പോഴാണ് അതിൽ നിന്നും രക്ഷ നേടാൻ അരവിന്ദന് കഴിഞ്ഞു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ മന്ദചലനങ്ങളിലൂടെയും നിശബ്ദതയിലൂടെയും ഒരു പ്രത്യേക ശൈലി ആവിഷ്കരിച്ചെടുക്കാൻ അരവിന്ദന് കഴിഞ്ഞു. അങ്ങനെ അരവിന്ദൻ രക്ഷപ്പെടുകയും ചെയ്തു ആ ഒരു ശൈലിയിലൂടെ. എന്നാൽ അതേ ശൈലി തന്നെ, ആ ശൈലി കൊണ്ട് മിതത്വം, വാക്കിലും
എല്ലാത്തിലും മിതത്വം കൊണ്ട് തന്നെ സാധാരണക്കാർക്ക് അരവിന്ദന്റെ സിനിമകൾ കണ്ട് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ വന്നപ്പോ എങ്കിലും അരവിന്ദൻ വീണ്ടും പരീക്ഷണങ്ങളിലേക്ക് നീങ്ങും തോറും അരവിന്ദന്റെ സിനിമകൾ ഉച്ചപടങ്ങളിലേക്ക് നീങ്ങും എന്നുള്ളതാണ് സത്യം. അപ്പോ അടൂർ ഗോപാലകൃഷ്ണനും ആ നാടുകളിൽ സിനിമ പഠിക്കുന്ന ആളായിരുന്നു. അടൂർ ഗോപാലകൃഷ്ണന്റെയും അരവിന്ദന്റെയും തമ്മിൽ സിനിമകൾ എടുത്ത് പരിശോധിച്ചാൽ അടൂർ ഗോപാലകൃഷ്ണൻ എടുക്കുന്ന സിനിമകളിലെ ഷോട്ടുകൾ നമ്മൾ നോക്കിയാൽ അതിലത്തെ നടന്മാർക്ക് വലിയ പ്രാധാന്യം കാണില്ല. എന്ന് വെച്ചാൽ സംഭവങ്ങളാണ് ചിത്രീകരിക്കുന്നത്. പൊതുവെ അധികം ക്ലോസപ്പില് അവരുടെ വൈകാരിക ഭാവങ്ങളൊന്നും വലിയ കാര്യമായിട്ട് ഫലിപ്പിക്കാറില്ല. മുഖാമുഖത്തിലെ ഗോപാലകൃഷ്ണൻ ഒരു എക്സെപ്ഷൻ. പക്ഷെ അരവിന്ദന്റെ പടങ്ങൾ നോക്കിയാൽ ആ മനുഷ്യന്റെ വൈകാരികത, വികാരങ്ങൾ അത് സ്പഷ്ടമായി പ്രദർശിപ്പിക്കാൻ അരവിന്ദൻ ശ്രദ്ധിച്ചിരുന്നു. അതേ സമയത്ത് തന്നെ മനുഷ്യന്റെ വികാരങ്ങളെ പ്രകൃതിയുടെ ഭാവങ്ങളുമായി താരതമ്യപ്പെടുത്തി പോകാൻ അരവിന്ദൻ ശ്രദ്ധിച്ചിരുന്നു. അതിന്റെ ഒരു ഉത്തമമായ തെളിവാണ് ചിദംബരത്തിലെ ശിവകാമി. അതായത് സ്മിതാ പട്ടേൽ ചെയ്തൊരു സാധനം ഭയങ്കര ഭംഗിയായിട്ട് അരവിന്ദൻ അവരുടെ ആ സന്തോഷം മരങ്ങളിലൂടെയും ആകാശത്തിന്റെ മേഘങ്ങളിലൂടെയും ചിത്രീകരിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ പ്രഭാഷകൻ പറയാൻ വിട്ടുപോയൊരു സാധനം, മറ്റൊരു ദോഷം കൂടി അരവിന്ദ പടങ്ങൾക്കുണ്ടായിരുന്നു. ആദ്യ പടം ദുരൂഹത, മുറ്റി നോക്കുന്ന ദുരൂഹത. എസ്തപ്പാന് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത് ഒരു ക്രിസ്തീയ സങ്കല്പത്തിലുള്ള ഒരു മാലാഖ എന്ന് വെച്ചാൽ എവിടെ മാലാഖ എന്ന് പറഞ്ഞാൽ നമുക്കൊരു സങ്കല്പം, ഒരു നല്ല ഒരു സൃഷ്ടി, നമുക്ക് നല്ലത് വരാൻ വേണ്ടി മാത്രം ഇറങ്ങി വരുന്ന ആളായിട്ടാണ്. അതേപോലെ എസ്തപ്പാനെ ചിത്രീകരിച്ചു. അവിടെയും ഇവിടെയും എവിടെ ബുദ്ധിമുട്ടുകളുണ്ട് അവിടെ എസ്തപ്പാൻ എത്തുന്നു, ഇവിടെ എത്തുന്നു. പക്ഷെ അപ്പോഴും നമുക്ക് ഈ എസ്തപ്പാനെ കുറിച്ചുള്ള ദുരൂഹത അവിടെ നിലവിൽ നിൽക്കുകയാണ്. പക്ഷെ അതിൽ നിന്നും ഒരു ലൈൻ തിരിക്കലായിരുന്നു ഈ നമ്മുടെ ചിദംബരവും ഒരിടത്ത് കണ്ടിറങ്ങിയപ്പോ അതുവരെ ഉണ്ടായിരുന്ന അരവിന്ദനെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ അപ്പാടെ ഉടഞ്ഞു പോകുന്ന പോലെ തോന്നി. കാരണം അരവിന്ദനും വീണ്ടും കോമേഴ്സിലേക്ക് തിരിയാണോ എന്നൊരു സംശയം തോന്നി. ഒരിക്കലും അതൊരു സൃഷ്ടി എന്ന് പറയാൻ പറ്റില്ല. ഒരിക്കലും ഒരിടത്ത് എന്തൊക്കെയോ കുറെ വേണുനാഗവള്ളിന് നല്ല നടന്മാരിടരുന്നുണ്ട്. പക്ഷെ അനാവശ്യമായിട്ട് ചില സീനുകളൊക്കെ അരവിന്ദനാണോ ചെയ്തത് എന്ന് പോലും നമുക്ക് സംശയം തോന്നുന്ന ചില ഷോട്ടുകൾ. സാധാരണ അരവിന്ദൻ വളരെ ലളിതമായ വളരെ കുറഞ്ഞ വരികളിലൂടെ വളരെ കുറച്ച് മാത്രം സംഭാഷണങ്ങൾ വെച്ച് ഈ വളരെ കുറഞ്ഞ ദൃശ്യങ്ങളിലൂടെ തന്നെ അത് ഇതിലും വരുന്നുണ്ട്. പക്ഷെ എങ്കിലും ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പൊ അന്നത്തെ കാലത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ബർമ സംഭവം പറഞ്ഞിട്ട് കാലത്ത് മാത്രം സൂചിപ്പിച്ചു. അതിൽ ശരിക്കും നമുക്ക് ആ കാലം ഏതാണ് എന്നുള്ളത് നമുക്ക് പിടികിട്ടുന്നു. അതേ സ്ഥാനത്ത് ചില സ്ഥലങ്ങളിൽ ഒരു അനാവശ്യമായിട്ട് കുറെ സീനുകളിൽ വെറുതെ സംഭാഷണം എന്ന് വെച്ചാല് അതിലൊരു പട്ടാളക്കാരൻ വരുന്നൊരു സീനുണ്ട്. ആ പട്ടാളക്കാരൻ വന്നിട്ട് എല്ലാവർക്കും വസ്ത്രങ്ങൾ കൊടുക്കണം. അരവിന്ദൻ മറ്റു പടങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ എത്ര മനോഹരമായി ചെയ്യും. ഓരോരുത്തർക്കും എടുത്ത് കൊടുത്തിട്ട് ഇന്നതാണ് അതാണ് ഇതാണ് മറ്റാണെന്ന് പറഞ്ഞിട്ട് വെറുതെ അനാവശ്യ ഷോട്ട്. എങ്കിലും അവിടെയും അരവിന്ദന്റെ കാർട്ടൂണിസ്റ്റിന്റെ ഒരു ഭംഗി ഭയങ്കര നേളിച്ച് കാണുന്ന ഒരു ഭാഗമുണ്ട്. കാരണം തിലകൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന് ഒരു സെക്ടറും ഒരു തൊപ്പിയും കൊടുക്കുന്നുണ്ട്. ആ തൊപ്പിയും സെക്ടറും കൊടുത്തിട്ട് ആ രണ്ടും അണിഞ്ഞു വരുന്നു തിലകൻ വരുമ്പോ ശരിക്കും നമുക്ക് ഏതൊരു കാർട്ടൂണിലെ ആ ഭാഗം അരവിന്ദൻ ശരിക്കും ഒരു കാർട്ടൂണായി ചിത്രീകരിച്ചിരിക്കുന്നു. അവരൊക്കെ അടക്കി നിർത്തിക്കൊണ്ട് അവരുടെ വീട്ടിലെ അംഗങ്ങളൊക്കെ അടക്കി നിർത്തിക്കൊണ്ട് തിലകൻ ഇട്ട് വന്നിട്ട് ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോ അവരുടെ ആ മുഖഭാവത്തിലൂടെ അവരൊന്നും പറയുന്നില്ല. അവരുടെ മുഖഭാവത്തിലൂടെ അരവിന്ദൻ നമ്മളോട് പറയുകയാണ് ശരിക്കും ഒരു പറഞ്ഞിന്റെ പോലെ. ശരിക്കും നമുക്ക് അവരുടെ മുഖഭാവം മാത്രം കണ്ടാൽ മതി, ഇത് പറഞ്ഞില്ല. അവിടെയും അരവിന്ദന്റെ ഇത് കൊണ്ടുവരുന്നത്. പക്ഷെ എന്തുകൊണ്ട് അരവിന്ദൻ ആ ഒരിടത്ത് എന്നുള്ളത് ചെയ്തു എന്നുള്ളത് ഇപ്പോഴും അരവിന്ദന്റെ പടങ്ങളിലെ പോലെ തന്നെ ഒരു ദുരൂഹത കാണിച്ചിരിക്കും. ആ ദുരൂഹതയിൽ നിന്ന് വിട്ടിട്ടാണ് സംഗതി ഇത് ചെയ്തിട്ടുള്ളത്. ചിദംബരവും അതെ കുറെ കൂടി ലൈൻ വ്യത്യാസപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ചിദംബരത്തിൽ നിന്ന് വിട്ടിട്ട് കുറെ കൂടി ശൈലി വ്യത്യാസം ഈ ഒരിടത്തിൽ വന്നത് വാക്കുകളുടെ അധികം. ചിദംബരത്തിലും മിതമായ ഭാഷയാണ് അധികം. അപ്പൊ അങ്ങനെയുള്ളൊരു ദുരൂഹത എന്നുള്ളൊരു സംഗതി കൂടി അരവിന്ദൻ ചിത്രങ്ങളിൽ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ പ്രഭാഷകൻ പറഞ്ഞ പോലെ ഒരു ആവർത്തിച്ചു വരുന്ന പ്രമേയമാണോ അരവിന്ദൻ ചെയ്തിരുന്നതെന്ന് പറഞ്ഞത് ശരിയല്ല. കാരണം ഓരോന്നിനും വ്യത്യസ്തമായ സാധനങ്ങളാണ് അരവിന്ദൻ ചെയ്തിട്ടുള്ളത്. ചില സാധനങ്ങൾ ഉണ്ടാവാം. വേണുവിനും പിന്നെ ഈ പോക്കോയിൽ അഭിനയിച്ച ബാലചന്ദ്രൻ ചുള്ളിക്കാട് ചെയ്ത ഒരു സാധനം, അത് രണ്ടും തമ്മിൽ ചെറിയ സാമ്യമുണ്ട്. എന്ന് വെച്ചാൽ അസ്തിത്വ ദുഃഖം പേര് നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, അതിലെ ഒരു ദൃശ്യം എന്നും ഓർക്കും. ഒരു പൊട്ടുപോലെ വന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ആ ക്യാമറ വളരെ അടുത്തടുത്തെടുത്തു വന്നു. അത് ഭയങ്കര ഒരു ദൃശ്യം. എനിക്ക് പറഞ്ഞ് നിങ്ങളെ പരിമിക്കാൻ കഴിയില്ല അരവിന്ദന്റെ പ്രഭാഷണത്തിൽ. അപ്പോ
അരവിന്ദൻ ചിത്രങ്ങൾ ഒരു നിലയ്ക്ക് പറഞ്ഞാൽ സാധാരണക്കാർക്ക് കാണാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും അരവിന്ദൻ ഉപയോഗിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കലാകാരന്മാര് പ്രേക്ഷകരുടെ ഇടയിലേക്ക് അവരുടെ അളവിനനുസരിച്ച് താഴ്ന്നു പോകാതെ പ്രേക്ഷകർ ഉയർത്തി കൊണ്ടുവരുവാൻ വേണ്ടി ഒരു പരീക്ഷണം നടത്തി. ആ പരീക്ഷണത്തിൽ മുറുകെ പിടിച്ചു. 1 or 2 ചിത്രങ്ങൾ ചെയ്തിട്ട് പ്രേക്ഷകർ കയറി വന്നില്ല. എന്നിട്ടും പറ്റില്ല, ഇത് പറ്റില്ല, ഞാൻ അവർക്ക് വേണ്ടി ഒരിക്കലും എന്റെ സൃഷ്ടി താഴ്ത്തില്ല എന്ന് വെച്ചാൽ എപ്പോഴും പുരോഗമനമാണ് വേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഞാൻ താഴ്ത്തില്ല എന്നൊരു കടുപിടുത്തം പിടിച്ചെങ്കിലും എനിക്ക് ഒരിടത്ത് അതിനെ തട്ടിമറിച്ചു. ഒരിടത്ത് എന്ന സിനിമ ശരിക്കും പറഞ്ഞാൽ അരവിന്ദന്റെ അതുവരെ ഉണ്ടായിരുന്ന സിനിമകളുടെ ഒരു ചാരമായി മാറി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അതിനുശേഷം വന്ന വാസ്തുഹാരെ കുറിച്ച് എനിക്ക് പറയാൻ കഴിയില്ല. കാരണം ഞാൻ അതിനെ കുറിച്ച് ഒന്നും കണ്ടിട്ടില്ല, കേട്ടിട്ടുണ്ട്. പക്ഷെ എങ്കിലും നിരൂപരും പല നിരൂപരും പലതരത്തിലാണ് അതിനെ ചെയ്യുന്നത്. പിന്നെ അരവിന്ദൻ മരിച്ചതിൽ എനിക്ക് അതിയായ ദുഃഖമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യവും അവസാനവുമായിട്ട് അരവിന്ദനെ കാണുന്നത് തൃശ്ശൂർ പൂരത്തിൽ വെച്ചാണ്. തൃശ്ശൂർ പൂരത്തിൽ എല്ലാവരും കൂടി നിൽക്കുമ്പോൾ ഞാൻ അങ്ങനെ പോകുമ്പോൾ ഒരു മുഖം അയാൾ ഒറ്റപ്പെട്ടു നിൽക്കും. ഇത്രയും കൂട്ടത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു വെറുതെ നിൽക്കുക അരവിന്ദൻ. എനിക്ക് ഭയങ്കര സന്തോഷം ഞാൻ അരവിന്ദനെ കാണാൻ. എനിക്ക് മനസ്സിൽ ഭയങ്കര അരവിന്ദനെ കുറിച്ച് ആരാധനയാണ്. അരവിന്ദൻ ചിത്രങ്ങൾ കണ്ടിട്ട് അരവിന്ദൻ എനിക്ക് അരവിന്ദനല്ലേ ഞാൻ അയാളോട് ചോദിക്കുക എന്ന് വെച്ചാൽ ആ സന്തോഷത്തല്ല അരവിന്ദനല്ലേ. അപ്പൊ ആള് നോക്കിട്ട് അതെ അപ്പൊ എന്താണ് എനിക്ക് ചോദിക്കേണ്ടതിൽ എന്തെങ്കിലും കൂടെ സംസാരിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ ഞാൻ ചോദിച്ചു, ഇന്ന് ഇവിടെ ഏതെങ്കിലും സെറ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. പറഞ്ഞില്ല, ഞാൻ പൂരം കാണാനായിട്ട് വന്നു ഒരാൾ ഒറ്റയ്ക്ക്. അങ്ങനെയാണ് ആദ്യമായി അവസാനമായി ഞാൻ അരവിന്ദനെ കാണുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ഇപ്പൊ കഴിഞ്ഞ ഇതിന്റെ രാമകാര്യേട്ടന്റെ ഒരു അനുസ്മരണ യോഗത്തിന് ഞാൻ ചെല്ലുകാരനാണ്. എൻ്റെ പേര് സലി, രാമകാര്യേട്ടന്റെ നാട്ടുകാരനാണ്. രാമകാര്യേട്ടന്റെ ഒരു കമ്മിറ്റി ഒക്കെ ഉണ്ടാക്കി അതിൽ അരവിന്ദൻ വന്നിരുന്നു. ഒരു ഒറ്റപ്പാടൊക്കെ ഉണ്ടായി. അത് പക്ഷെ അതൊന്നും സത്യമായിരുന്നില്ല. അരവിന്ദൻ ഒറ്റയ്ക്ക് പുറത്തിരുന്നു. അതിനാൾക്കാർ പറഞ്ഞ അരവിന്ദൻ പിണങ്ങി ചെന്നിരുന്നാണ്. അതായത് ഒരു സ്വഭാവമാണെന്നുള്ള അറിയാതെ നാട്ടുകാർ അതിനെ വളച്ചൊടിച്ച് അരവിന്ദൻ പിണങ്ങി പോയിരുന്നതാണ്. അരവിന്ദനെ സ്റ്റേഡിയത്തിൽ കൊണ്ടിരുത്താത്ത ആരും വിളിച്ചിരുത്താത്തത് കൊണ്ട് അരവിന്ദൻ പുറത്തിരുന്നിരുന്നാണെന്നൊക്കെ പറഞ്ഞ്. പക്ഷെ അത് പിന്നെ അരവിന്ദൻ തന്നെ അത് അല്ല എന്ന് പറഞ്ഞിട്ട് വ്യത്യാസപ്പെടുത്തി. പിന്നെ അരവിന്ദൻ മരിച്ചു എന്ന് കേട്ടപ്പോൾ എനിക്ക് ഉണ്ടായ സങ്കടം എന്ന് വെച്ചാൽ എന്റെ ഒരു ഭയങ്കര ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. അരവിന്ദനെ കൊണ്ട് നമ്മുടെ പ്രേംജിയുടെ മകൻ പ്രേംചന്ദ്രനെ വെച്ചുകൊണ്ടൊരു സിനിമ ചെയ്യിക്കണം. എന്റെ അതിയായ ആഗ്രഹമായിരുന്നു. അതിനുള്ള പ്ലോട്ടുകൾ ഞങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട്. സഖാവ് സി വിയുമായിട്ട് അതിനെക്കുറിച്ച് ചർച്ചയും നടത്തിയത് എന്ന് വെച്ചാൽ ചിദംബരവും വസ്തുകാരെയും എഴുതിയ സി വി ശ്രീരാമൻ അതുപോലെ. പക്ഷെ എന്തുകൊണ്ടോ അതെനിക്ക് കഴിയാതെ പോയാൽ എനിക്ക് അതിയായ ദുഃഖമുണ്ട്. മാത്രമല്ല എനിക്കൊരു അത്യാഗ്രഹം കൂടി ഉണ്ടായിരുന്നു. അരവിന്ദനുമായി ഏതെങ്കിലും തരത്തിൽ ഒരു ചെറിയ റോള് അരവിന്ദന്റെ പടത്തിൽ ചെയ്യണം എനിക്ക് വല്ലാതെ ആഗ്രഹമുണ്ട്. എനിക്ക് ധാരാളം ചാൻസുകൾ ഞങ്ങളുടെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് കിട്ടി, പക്ഷെ ഞാൻ ചെയ്തിരുന്നില്ല. എനിക്ക് ആദ്യമായിട്ട് അരവിന്ദന്റെ പടത്തിലോ ആദു ഗോപാലകൃഷ്ണന്റെ പടത്തിലോ ഒരു ഭാഗം ചെയ്യണം എനിക്ക് ഒരു അത്യാഗ്രഹം എന്ന് പറയാം. ചിലപ്പോൾ സാധിക്കാതെ പോകുന്നതായിരിക്കും. അത്യാഗ്രഹം ഉണ്ടായിരുന്നു. ആ ഒരു പടം അരവിന്ദനെ കൂടെ ചെയ്യിക്കണം പ്രേംചന്ദ്രനെ വെച്ചിട്ടുന്നു. അതിനുള്ള പ്ലോട്ടുകളും ഞാൻ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ അത് കഴിയാതെ പോയുള്ള ദുഃഖം ഭയങ്കരമായ ദുഃഖമാണ്. അത് ഇപ്പോഴും വിശേഷിക്കുന്നു. അത് ഇനിയും ഇവിടെയുള്ള പലരും സംവിധായകരായിട്ട് എന്ന് വെച്ചാൽ അത്തരക്കാരിൽ നിന്നും ഒരു വാചാലനായ എന്ന് വെച്ചാൽ ജനങ്ങളിലേക്ക് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന സിനിമ രണ്ടിന്റെ മീഡിയം എന്ന് വെച്ചാൽ പത്മനാഭൻ ചെയ്തിരുന്ന പോലത്തെ പടമല്ല ഉദ്ദേശിക്കുന്നത്. ലളിതമായ ശൈലിയിൽ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന എന്നാൽ കലാമൂല്യത്തിന് ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു സിനിമ ചെയ്യിക്കണം എന്നുള്ള ആഗ്രഹമായിരുന്നു. അപ്പൊ ഇവിടെ നിന്ന് ഏതെങ്കിലും പരസ്യന്മാർ വീണ്ടും ഉയർന്നു വരും എന്ന് വെച്ചാൽ കലയെ മറ്റുള്ളവർക്ക് വേണ്ടി താഴ്ത്തിക്കൊണ്ടാവാതെ, പൈസയ്ക്ക് വേണ്ടിയോ മറ്റുള്ളവർക്ക് വേണ്ടിയോ പ്രേക്ഷകർക്ക് വേണ്ടിയോ താഴ്ത്തിക്കൊണ്ടാവാതെ പൊക്കി പിടിച്ചുകൊണ്ട് തന്നെ കലയെ വളർത്തിയെടുക്കാവുന്ന കലാകാരന്മാർ ഈ ഇവിടെ നിന്ന് നമ്മളിൽ നിന്ന് എല്ലാവരിൽ നിന്നും ഉയർന്നതായിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ സിനിമയെ കുറിച്ച് കൂടുതൽ സംസാരിക്കാനല്ല വന്നിട്ടുള്ളത്. കാരണം ഇങ്ങനെ ഒരു സായാഹ്നം ഒരുക്കാൻ ഇവിടെ ഈ സ്ഥലം അനുവദിച്ചു തന്ന ഈ റെസ്റ്റോറൻറ്റിൻ്റെ പ്രവർത്തകർക്ക് നന്ദി പറയാനും എല്ലാം ഇവിടെ ആളിരിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും പറയാനല്ല ഞാൻ ഇപ്പം ഇരിക്കുന്നത്. മോഹൻ അയ്യരോട് സൂചിപ്പിച്ചു, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു കാസറ്റ് ഉണ്ടായിരുന്നു. മറ്റേ നമ്മുടെ അരവിന്ദൻ സാറിൻ്റെ പാട്ടുള്ള കാസറ്റ് ഉണ്ടായിരുന്നു. അതുപോലെ വേറെ കുറച്ച് സുഹൃത്തുക്കൾ സൂചിപ്പിച്ചു, നമുക്കൊരു പടമുണ്ട്, അത് പ്രദർശിപ്പിച്ച് വിശകലനം ചെയ്തിട്ട് നമ്മൾക്ക് ഒരു ആസ്വാദനം ആക്കി കളയാം. ഇതെല്ലാം തൽക്കാലം മനസ്സിലൊതുക്കിക്കൊണ്ട് ഇങ്ങനെ ചുരുക്കി കൂട്ടുകയാണ് ചെയ്തത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മൗനത്തെക്കുറിച്ച് എല്ലാവരും കൂടെ പറയുമ്പോൾ സാധാരണ നമുക്കൊക്കെ ഒരു അനുഭവം ഉണ്ടാവാറുണ്ട്. എനിക്കുണ്ടായിട്ടില്ല, അപൂർവം പലർക്കും ഉണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. കാരണം ഒരുപക്ഷെ നമ്മൾ എന്തെങ്കിലും സ്വപ്നം കാണും, ആ സമയത്തോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട സമയത്തോ ആ സ്വപ്നത്തിലെ കഥാപാത്രം ചിലപ്പോൾ അവിടെ എന്തെങ്കിലും അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഉദാഹരണത്തിന് നമുക്ക് വീട്ടിൽ നിന്നൊരു എഴുത്തുകാരുണ്ടാവും,
വീട്ടില് അമ്മയ്ക്ക് സുഖമില്ല. അത് ഒരു 12-ാം തീയതി എഴുത കത്തായിരിക്കാം. പക്ഷെ അന്ന് 12-ാം തീയതി ഉച്ച സമയത്ത് നമ്മൾ ഒരു പക്ഷേ അമ്മയെ കുറിച്ച് ഓർക്കുകയോ അല്ലെങ്കിൽ ഉറക്കത്തിൽ നമ്മൾ കാണുകയോ ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ ഓർക്കുക, ഞാനന്ന് അമ്മയെ കുറിച്ച് ഓർക്കും, ഒരു പക്ഷെ അമ്മ അവിടെ സുഖമില്ലാതിരിക്കുമ്പോഴായിരിക്കും. അങ്ങനെ ചില പ്രത്യേക അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാവാറുണ്ട്. എന്ന പോലെ ഒരു അനുഭവം ഇവിടെ നമുക്ക് അരവിന്ദന് വേണ്ടി ഉണ്ടായി. ആ സമയത്ത് ഞാൻ അത്രയും ചിന്തിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ മൗനത്തെ കുറിച്ച്. കാരണം നമ്മൾ ആരും പ്രതീക്ഷിക്കാതെ ഒരു ഗംഭീര മൗനം. ഈ റെസ്റ്റോറന്റ് ഉടമസ്ഥൻ പറഞ്ഞു, നിങ്ങളൊരു 2 മിനിറ്റ് മുമ്പ് പരിപാടി തുടങ്ങുന്നതിന് 2 മിനിറ്റ് മുമ്പ് പറയുക. അപ്പൊ ഞാൻ AC എല്ലാം ഓൺ ചെയ്യാൻ വേണ്ടി ഫ്യൂസ് അവിടെ ഔട്ട് ഓഫ് ഓർഡറിലാണ്, അത് ഇടാൻ വേണ്ടി ഞാൻ അറേഞ്ച് ചെയ്യും. അപ്പോൾ എല്ലാം കറണ്ട് ഓഫ് ആവും. പിന്നെ 2 മിനിറ്റിന് ശേഷം നിങ്ങൾ പരിപാടി തുടങ്ങിയാൽ മതി, അപ്പോൾ കറണ്ട് ഓൺ ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ ആളെ കാണാതെയും അദ്ദേഹത്തിനോട് പറയുകയൊക്കെ ചെയ്ത് പിന്നെ സമയം നീണ്ടുകൊണ്ടിരിക്കുന്ന കാരണം എല്ലാവരും എത്തുകയും ചെയ്ത് സമയം നീണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ പിന്നെ ഏതായാലും നമ്മൾ പ്രോഗ്രാം തുടങ്ങാൻ തുടങ്ങി. ശരി, തുടങ്ങിക്കഴിഞ്ഞ് ഒരു സ്വാഗത പ്രസംഗം നടന്നുകൊണ്ടിരിക്കുകയും കറണ്ട് പോയി. സംഭവം അയാൾ ചെയ്തതാണ്, പക്ഷെ നമ്മൾ കരുതി കൂട്ടി ചെയ്തതല്ല. നമ്മളറിയാതെ നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ തുടക്കത്തിൽ അദ്ദേഹത്തിന് വേണ്ടി ഒരു ഗംഭീര മൗനം നമ്മളെല്ലാവരും അനുഭവിച്ചതാണ്. അപ്പോൾ നമ്മുടെ ആ ആത്മാർത്ഥതയുടെ തുടിപ്പ് അവിടെ കാണുന്നു. ഇത് അരവിന്ദനിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അദ്ദേഹത്തിന്റെ ഓർമ്മയിലൂടെ നമ്മൾ തുടങ്ങുകയാണ്. ഇത് നല്ല തുടക്കമായിരിക്കണം. ഇവിടെ ആരും ചലച്ചിത്ര ആസ്വാദന ക്ലാസ്സുകളോ അല്ലെങ്കിൽ ഈ വീഡിയോ ഫിലിം കുറെ കാണും, രാത്രി 12 മണിക്ക് വന്ന് അങ്ങനെ കണ്ട് 1 മണിക്ക് കിടന്നുറങ്ങി രാവിലെ 5 മണിക്ക് പോയി, ഇതൊരു ശൈലി. എന്തെങ്കിലും കാണുന്നതിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടോ? അല്ലെങ്കിൽ അഭിനയത്തിന്റെ കാര്യത്തിലോ സംവിധാനത്തിന്റെ കാര്യത്തിലോ ക്യാമറ വർക്കിലോ എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ അതിൽ ആരെങ്കിലും അറിവുള്ളവരോടുണ്ടോ? സത്യത്തിൽ കുറച്ചു കാലം വെച്ച് അങ്ങനെയുള്ള ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മുടെ ഭാഗ്യം എന്ന് പറയാൻ വന്നുകൊണ്ടിരിക്കുന്നു. ഉദാഹരണമാണ് ഇപ്പോൾ നമ്മുടെ MA റഹ്മാൻ, അതുപോലെ ഈ ഡ്രാമ ക്ലാസ്സുകളിലും ഒക്കെ പങ്കെടുത്തിട്ടുള്ള ചെറുപ്പക്കാർ വളരെ വളരെ ഇപ്പോൾ ഇവിടെ വന്ന് പ്രസംഗിച്ച അദ്ദേഹത്തിന്റെ പടത്തിൽ മുഖം കാണിക്കാൻ അവസരം കിട്ടിയ, അദ്ദേഹം ഇപ്പോൾ വർക്ക് ചെയ്യാൻ അവസരം കിട്ടിയ ഈ സുധാകരൻ, ഇങ്ങനെ പല വ്യക്തികളും പല ആളുകളും ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട തന്നെ പല ആളുകളുണ്ട്. ഇവരൊക്കെ എപ്പോഴും നമുക്ക് സംഘടിപ്പിച്ച് ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ മാസത്തിലൊരിക്കലോ, വേണ്ട 6 മാസത്തിലൊരിക്കലോ, വേണ്ട ഒരു കൊല്ലത്തിലൊരിക്കലോ നമുക്കൊന്ന് ഇതിനേക്കാൾ വിപുലമായ രീതിയിൽ കൂടുകയും സിനിമ പ്രദർശിപ്പിക്കുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും അതുപോലെ എന്തെങ്കിലും ചെറിയ വീഡിയോ ഡോക്യുമെന്ററികൾ ആരുടെയെങ്കിലുമൊക്കെ സഹകരണം കൊണ്ട് നമുക്ക് എടുക്കുകയും ഇങ്ങനെയൊക്കെ കുറെ കൂടെ ക്രിയാത്മക ആവാൻ വേണ്ടി ഈ അരവിന്ദനിൽ നിന്ന് തുടങ്ങുന്ന നമ്മുടെ അനുസ്മരണ സായാഹ്നത്തിൽ നിന്ന് ഇതൊരു തുടക്കമാവട്ടെ എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. അദ്ദേഹത്തിന്റെ വേണ്ടി പ്രാർത്ഥിക്കുക കൂടി ചെയ്യാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. സഹോദരൻ, മലയാള ചലച്ചിത്രത്തിൽ ഒരു അശനിപാതം പോലെ പിന്തുടർന്ന മൃത്യുവിന്റെ കരങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട പ്രേംനസി, ഒട്ടും വൈകാതെ ബാസി, ഇടക്കാലത്ത് പത്മരാജൻ, ഒടുവിലത അരവിന്ദനും. കാലമെന്ന സമസ്യയുടെ അപ്രതിരോധ്യതയ്ക്ക് മുൻപിൽ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ട കേവല സംഗതിയോടെ നാം എല്ലാം തന്നെ ഏറ്റുവാങ്ങി. മരണമെന്ന വസ്തുതയുടെ സ്വാഭാവികതയിൽ ഒരു സാധാരണ സംഭവം പോലെ അരവിന്ദനും ഒരു സാധാരണ സംഭവമായിരുന്നിട്ടും സത്യത്തെ അംഗീകരിക്കാൻ പിന്നീട് നമുക്ക് ഒരുപാട് ശ്രമപ്പെടേണ്ടി വന്നു. ഉത്തരായനം മുതൽ വാസ്തുഹാരം വരെ എത്തി നിൽക്കുന്ന അരവിന്ദന്റെ ചലച്ചിത്ര സഭയ്ക്ക് ദുർഗ്രാഹ്യതയുടെ ആരോപണം ചുമത്തി ഒരുപറ്റം കച്ചവട സിനിമയുടെ വക്താക്കൾ തങ്ങളുടെ ക്ഷുദ്ര ചിത്രങ്ങളെ സാധൂകരണത്തിന് വേണ്ടി അരവിന്ദന് നേരെ ആരോപണം ഉന്നയിച്ചു പോകും. തന്റെ മൗനത്തിന്റെ വാഗ്ദാനത്തിലൂടെ ഋഷിതുല്യ നിസ്സംഗതയോടെ അദ്ദേഹം കുറിച്ചിരിക്കുകയായിരുന്നു. മലയാള ചലച്ചിത്ര പ്രേക്ഷകർക്ക് ഒരു പുത്തൻ സംവേദനശീലം തന്നെ സമ്മാനിക്കുന്നതിൽ അടൂരിനോളം പങ്കുവച്ച അരവിന്ദൻ എന്തുകൊണ്ടും മലയാള ചലച്ചിത്രത്തിന് ഒരു മുതൽക്കൂട്ടായിരുന്നു. ദൃശ്യ ശ്രാവ്യ മാധ്യമമായ ചലച്ചിത്രം എന്ന നിലവിലുള്ള സങ്കല്പത്തിൽ നിന്നും ശ്രാവ്യതയുടെ പ്രാധാന്യത്തിനുമപ്പുറം ദൃശ്യപരമായ സാധ്യതയാണ് ചലച്ചിത്രമെന്ന് തന്റെ ചിത്രങ്ങളിലൂടെ പ്രായോഗികമായി തെളിയിച്ച അരവിന്ദ വരുംകാല അന്വേഷണ പുതിയതായ ചലച്ചിത്രാന്വേഷണങ്ങൾക്ക് തികച്ചും ഒരു മാതൃകയായിരുന്നു. അദ്ദേഹത്തിന്റെ നിര്യാണം മലയാള ചലച്ചിത്രത്തിലേറ്റ കനത്ത ആഘാതം എന്ന് പറയുന്നത് അതിശയോക്തിയാണ്. ഭാഷയുടെയോ ദേശീയതയുടെയോ പ്രാദേശികതയുടെയോ സങ്കുചിതമായ 4 അതിരുകൾക്കുള്ളിൽ ഒതുങ്ങുമായിരുന്നില്ല അരവിന്ദൻ ചിത്രം. അതിനപ്പുറം സാർവദേശീയതയുടെ ഒട്ടനവധി പുരസ്കാരങ്ങൾ
നമ്മുടെ കൊച്ചു മലയാളക്കാരികളും എഴുതുന്നത് അരവിന്ദനെ കുറിച്ച് നമുക്ക് നിസ്സാരമല്ല. അദ്ദേഹത്തെ കുറിച്ച് ആധികാരികമായി പലരും ഇവിടെ സംസാരിക്കുകയുണ്ടായി. പ്രിയപ്പെട്ട സുഹൃത്ത് സുധാകരൻ, അദ്ദേഹത്തിന്റെ സുധാകരൻ ചരിത്രവുമായി ബന്ധപ്പെട്ട് ഒരു ചരിത്ര അന്വേഷണം എന്ന നിലയ്ക്ക് സുധാകരൻ അദ്ദേഹത്തെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ കണ്ടെത്തി. ഇന്നത്തെ ഈ സായാഹ്നം വിഷാദഗ്രസ്തം പോലെ തന്നെ വിജ്ഞാനപ്രദവുമാണ്. അതുപോലെ ശ്രീ എം എ റഹ്മാൻ ഒരു സിനിമ അന്വേഷിക്കും, ചലച്ചിത്ര അന്വേഷകൻ, ചലച്ചിത്രത്തെ കുറിച്ച് ആധികാരികമായി പറയാൻ കഴിവുള്ള ശ്രീ എം എ റഹ്മാനും പദ്ധതിയെ കുറിച്ചുകൂടെ അനുസ്മരിക്കുകയുണ്ടായി. ശ്രീ മോഹൻ നായിഡു, ശ്രീ എം ടി വരുമ്പോൾ അങ്ങനെ പറയും. കൂടുതൽ അദ്ദേഹത്തെ കുറിച്ച് ആധികാരികമായി പറയാൻ ഞാൻ അശക്തനാണ്. ഒരു ദീർഘദൂരത്തുനിന്ന് വീക്ഷിച്ച ഒരു ചരിത്ര ആസ്വാദകൻ എന്ന നിലയ്ക്ക് പലരോട് സംസാരിക്കുന്നുണ്ടായി. കൂടുതൽ ദീർഘിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അടുത്ത് നന്ദി പ്രകടനം. ഇവിടെ ദോഹയുടെ വിവിധ തുറകളിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്ന എല്ലാ നല്ല സഹോദരർക്കും, പ്രിയപ്പെട്ട അധ്യക്ഷൻ ശ്രീ സുധാകരൻ, മുഖ്യപ്രാസംഗനായെത്തിയ ശ്രീ എം എ റഹ്മാൻ, അദ്ദേഹത്തെ കുറിച്ച് അനുസ്മരിച്ച് സംസാരിച്ച പിന്നെയും മാന്യ വ്യക്തികൾ, ഇത്തരം ഒരു വേദിയുടെ മുഖ്യ സംഘാടകനായി ഇവിടെ രംഗത്ത് വന്ന ശ്രീ എ വി എം ഉണ്ണി, അതുപോലെ ഇത്തരം ഒരു വേദിക്ക് സുസജ്ജമായ സ്ഥലം ഏർപ്പാട് ചെയ്തുന്ന ബ്ലൂ സ്റ്റാർ റെസ്റ്റോറൻറ്റ് നടത്തുന്നവർക്കും ഞങ്ങളോട് സഹകരിച്ച അതിന്റെ ജീവനക്കാർക്കും ഞങ്ങളുടെ നന്ദി നിസ്സീമമാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി, നമസ്കാരം.